മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ കൺവെൻഷന്റെ രണ്ടാം രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുന്ന സ്തുതിക്കുന്നു. ആശീർവദിക്കപ്പെട്ട കൺവെൻഷനിൽ இரண்டாம் நாள் இரவுக்காக ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:45 പ്രാർത്ഥനയോടെ ആരംഭിച്ചതായ കൺവെൻഷന്റെ എല്ലാ കൂടിവരവുകളും ഇത്രത്തോളം സർവശക്തനായ ദൈവം അനുഗ്രഹപ്രദമാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. கடந்த நாள் மாலை 5:45 ஜெபத்துடன் ஆரம்பித்ததான இந்த கன்வென்ஷனில் இதுவரை நடந்ததான எல்லா கூட்டங்களையும் கர்த்தர் தாமே வெளிப்படுத்தி ஆசீர்வாதமாக நடத்தினால் ആണ്ടവരെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്ന നമുക്ക് ഏവർക്കും ഈ സായാഹ്ന വേളയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തല്ലോ. தேசத்தின் பல்வேறு பகுதிகளில் இருந்தாலும் நமக்கு இந்த மாலைகளில் இந்த இடத்திலே ஒருமித்துக் கொள்ளுவோம். ஆண்டவர் சர்வ வல்லமையுள்ள தேவன் உதவி செய்தபடினால் അവരെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷനെ കുറിച്ച് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അറിഞ്ഞും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചും ദൈവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ അവിടെയായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഒരു വിധത്തിൽ ഇല്ലാവിട്ടാൽ മറ്റൊരു വിധത്തിലെ இந்த கன்வென்ஷனை குறித்து அறிந்து நாங்கள் விடுத்ததான அழைப்புக்கு இணங்கி இந்த இடத்திலே வந்ததான எல்லா தேவனுடைய பிள்ளைகளுக்கும் அது மட்டுமில்லாமல் எங்களுடைய சத்தத்தின் எல்லைக்குள்ளே இருந்து எங்களை கேட்கிறதான எல்லா அருமையானவர்களுக்கும் நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்திலே நாங்கள் வாழ்த்துதல் கூறுகிறோம். ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. കഴിഞ്ഞ ദിവസം 24-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തോട് ചേർന്ന് ചില ഭാഗങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തു. கடந்த நாளில் 24-ாம் சங்கீதம் 7-ாம் வசனத்திலே இருந்தும் அதோடு சேர்ந்து மற்ற பல்வேறு வசனங்களினாலும் சில കാര്യങ്ങളെ அறிந்து கொள்ளப்படியாக சர்வ வல்லமையுள்ள தேவன் நமக்கு உதவி செய்தார். വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ആദ്യം ചോദിക്കുന്നതായി കാണുവാൻ കഴിയും. வாசல்களை உங்கள் தலைகளை உயர்த்துங்கள், அநாதி கதவுகளை உயருங்கள், மகிமையின் ராஜா பிரவேசிப்பார். யார் இந்த மகிமையின் ராஜா என்கிற கேள்வியை கேட்டோம். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അതെ, പട്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ളതായ വാക്യത്തോട് ചേർന്ന് വാതിലുകളെ പല വാതിലുകളെ കുറിച്ച് ഓർപ്പിക്കുവാൻ കൊണ്ടവിടെയാക്കി തീർത്തു. அநாதி கதவுகளை உயருங்கள், மகிமையின் ராஜா பிரவேசிப்பார் என்று சொன்னபடி പലവിധமான വാസലുകളെ குறித்து നാം കേട്ടோம். ഞാൻ വാതിലാകുന്നു എന്ന് അവകാശപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തു ദേഹമെന്ന തിരശ്ശീല ചീന്തി കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ഒരു പുതുവഴി തുറന്നിട്ടതിനെ കുറിച്ച് നമ്മെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ஞானே வாசல் என்று உரிமை பாராட்டின ஆண்டவராகிய இயேசு கிறிஸ்து அவர் தம்முடைய தேகமெழும் திரையை கிழித்து நாம் கிருபாசனத்தண்டையிலே தைரியமாக கட்டி செல்லும்படியாக நமக்காக ஒரு வாசல் திறந்து வைத்திருக்கிறார் என்பதை நாம் கேட்டோம். പറുദീസയുടെ വാതിലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുവാൻ ഇടയാക്കി തീർത്തു. பரதீசின் வாசலை குறித்து நினைவூட்டப்பட்டோம். മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിലുകളെ കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. மரணத்தின் வாசல்களை குறித்தும் பாதாள வாசல்களை குறித்தும் நாம் கேட்டோம். സ്വർഗീയ വാതിലിനെ കുറിച്ച് ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. പരലോകത്തിൻ വാസலை குறித்தும் நாம் நினைவூட்டப்பட்டோம். അതേ, കർത്താവിന് വേണ്ടി തന്നെത്താൻ നമ്മുടെ ഹൃദയ കവാടത്തെ തുറന്നു കൊടുക്കേണ്ടി വരുന്നതായ ഹൃദയവാതിലിനെ കുറിച്ച് ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. நம்முடைய ஆண்டவருக்காக நாமே சுயமாக திறந்து வைக்க வேண்டியதான இருதயத்தின் கதவுகளை குறித்தும் நாம் கேட்டோம். ദൈവനാമത്തിന്റെ മഹത്വം. தேவனுடைய நாமத்துக்கு ദൈവിക ആലോചനയ്ക്ക് ഒത്തവണ്ണം അതേ തന്റെ ശബ്ദത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്ത് ഒരു ആലോചന പ്രകാരം ജീവിച്ച് തന്റെ വരവിനെ ബന്ധപ്പെടുത്തി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം തന്നെ ഏവർക്കും ഇടയാക്കി തീർക്കുമാറാകട്ടെ. ஆண்டவருடைய சத்தத்தை கேட்டு அவருடைய சத்தத்தின்படி நாம் திறக்க வேண்டியதான வாசல்களை திறந்து வைத்து ஆண்டவருடைய மகிமையானவர்களுக்காக ஆயத்தப்படும்படியாக இரக்கமுள்ள தேவன் தாமே நமக்கு கிருபை செய்வாராக. ഈ സായാഹ്ന വേളയിൽ 60-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് അല്പം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. இந்த நாளிகளில் 60-ஆம் சங்கீதத்திலிருந்து ஒரு வசனத்தை படித்து சில காரியங்களை உங்களுக்கு நினைப்பூட்டி நான் என்னுடைய கடமையை நிறைவேற்ற விரும்புகிறேன். 60-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 60-ஆம் சங்கீதம் 5-ஆம் வசனம் வாசிக்க விரும்புகிறேன்.
നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ദൈവനാമത്തിന്റെ മഹത്വം. ആളുകളുടെ നാമത്തിൽ മഹിമ. സങ്കീർത്തനക്കാരൻ ഇവിടെ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. இங்கே சங்கீதக்காரன் இப்படியாக்கப்பட்டு சொல்கிறார், உமது பிடியில் விடுவிக்கப்படும்படி உமது வலது கரத்தினால் ரட்சித்து எங்களுக்கு செவி கொடுத்தருளும். ദൈവനാമത്തിന്റെ മഹത്വം. தேவனுடைய நாமம் மகிமைப்படுவதாக. 150 അധ്യായങ്ങൾ അടങ്ങിയതായ ഈ സങ്കീർത്തന പുസ്തകത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കുവാൻ തക്കോണമിടയായി തീരും. 150 சங்கீதங்கள் உட்பட்டதான இந்த புத்தகத்தை பல பகுதிகளாக வேறுபிரித்திருப்பதாக நாம் காண முடியும். സ്തുതികളുടെ പുസ്തകം എന്നർത്ഥം വരുന്നതായ ശബദഹലി എന്ന എബ്രായ പേരിലാണ് ഇത് അറിയപ്പെടുവാൻ തക്കോണമിടയായി തീരുന്നത്. துதியின் ஆகமம் என்று பெயர் வருகிறதான சபர்கலி என்கிறதான எபிரிய பதத்திலே தான் இந்த புஸ்தகம் அறியப்படுகிறது. സാൽമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സാംസ് എന്ന ഇംഗ്ലീഷിലുള്ള വാക്കുണ്ടായതെന്ന് വേദപഠിതാക്കൾ എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. சால்மோஸ் என்கிறதான கிரேக்க பதத்திலே இருந்துதான் சாம்ஸ் என்கிறதான இங்கிலீஷ் வார்த்தை ஆங்கில வார்த்தை வந்தது என்று இந்த வேத புத்தகத்தின் வல்லுநர்கள் சொல்லியிருக்கிறார்கள். യഹൂദന്മാരുടെ ആരാധനയ്ക്കുള്ള പുസ്തകമായിട്ട് ഉപയോഗിക്കുന്ന സങ്കീർത്തന പുസ്തകങ്ങൾ ന്യായപ്രമാണ പുസ്തകങ്ങൾ പോലെ 5 പുസ്തകങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. யூதர்களின் ஆராதனைகளிலே பயன்படுத்தப்படுகிறதான இந்த சங்கீத புத்தகங்கள் நியாயப்பிரமாண புத்தகங்களை போலத்தானே 5ஆக அவைகளை அவர்கள் வகையறுத்திருக்கிறதாக காண முடியும். മലയാള വേദപുസ്തകത്തിൽ ഈ 5 പുസ്തകങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മിടയായി തീരുന്നു. மலையாள வேதாகமத்திலே இந்த 5 புத்தகங்களையும் தனித்தனியாக அவர்கள் பிரித்து சொல்வதை நமக்கு அங்கே தெளிவாய் காண முடியும். അനേകം ചേർന്ന് അനേക കാലയളവുകളിലായി വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്ന് അനേകർ ചേർന്ന് എഴുതിയതായ പുസ്തകമാണ് ഈ സങ്കീർത്തന പുസ്തകം എന്ന് പഠിപ്പാൻ കഴിയുന്നുണ്ട്. பல காலகட்டங்களிலே பலரிடங்களிலே இருந்து இயற்றினதான சங்கீதங்கள் தான் இந்த சங்கீத புத்தகம் என்பதையும் நாம் விளங்கிக் கொள்ள முடியும். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். BC 1450 മുതൽ BC 430 വരെയുള്ള 1020 വർഷം കൊണ്ട് ഈ പുസ്തകത്തെ എഴുതിയതായിട്ടാണ് വേദപഠിതാക്കൾ മുഖാന്തരം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. BC 1450 മുതൽ BC 430 വരെയുള്ളതാണ് 1020 ആണ്ടുകൾ എടുത്തതാണ് இந்த புத்தகங்கள் எல்லாம் இயற்றி முடிந்தன என்று வேத வல்லுநர்கள் சொல்கிறார்கள். അതെ, 1-ാം അധ്യായം മുതൽ 41-ാം അധ്യായം വരെയുള്ളതായ ഭാഗങ്ങളെ 1-ാം പുസ്തകം എന്ന് വേർതിരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. 1-ാം சங்கீதம் முதல் 41-ാം சங்கீதம் வரையுள்ளதான புத்தகங்களை 1-ാം புத்தகம் என்று சொல்வதாக நாம் காண்கிறோம். 42-ാം സങ്കീർത്തനം മുതൽ 72-ാം സങ്കീർത്തനം വരെയുള്ളതായ പുസ്തകങ്ങളെ 2-ാം പുസ്തകം എന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. 42-ാം சங்கீதம் முதல் 72-ാം சங்கீதம் வரையுள்ளதான புத்தகத்தை 2-ാം புத்தகம் என்று அழைப்பதாக காண முடியும். 73-ാം സങ്കീർത്തനം മുതൽ 89-ാം സങ്കീർത്തനം വരെയുള്ള ഭാഗങ്ങളെ 3-ാം പുസ്തകം എന്ന് വേർതിരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. 73-ാം சங்கீதம் முதல் 89-ാം சங்கீதம் വരെയുള്ളதான புத்தகம் அது 3வது புத்தகம் என்று அழைக்கப்படுகிறது. 90-ാം സങ്കീർത്തനം മുതൽ 106-ാം സങ്കീർത്തനം വരെയുള്ള ഭാഗങ്ങളെ 4-ാം പുസ്തകം എന്ന് ചിത്രീകരിച്ചിരിക്കുകയാണ്. 90 മുതൽ 106 വരെയുള്ളதான சங்கீதங்கள் அது 4ാം புத்தகம் என்று அழைக்கப்படுகிறது. 107 മുതൽ 150 വരെയുള്ളതായ ഭാഗങ്ങളെ 5-ാം പുസ്തകം എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. 107 മുതൽ 150 വരെയുള്ളதான சங்கீதங்கள் சேர்ந்ததுதான் 5ാം புத்தகம் என்று அழைக்கப்படுகிறது. അതിൽ 2-ാം പുസ്തകത്തിൽ നിന്ന് 60-ാം സങ്കീർത്തനം 60-ാം അധ്യായത്തിൽ നിന്നാണ് ഒരു വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കുവാനിടയാക്കി തീർത്തത്. அதில் 2வது புத்தகத்திலே 60ாம் சங்கீதத்திலே இருந்துதான் நாம் இங்கே ஒரு பகுதியை வாசிக்க கேட்டோம். ഈ സങ്കീർത്തനം രചിക്കുവാനുണ്ടായതായ പശ്ചാത്തലം, അതിന്റെ ഹെഡിങ് മുകൾ ഭാഗത്ത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. இந்த சங்கீதம் எழுதக்கூடியதான அதனுடைய பின்னணி என்ன என்பதை குறித்து அதன் தலைப்பகுதியை நாம் பார்த்தால் நமக்கு விளக்க முடியும். ദാവീദിന്റെ ഒരു സ്വർണ്ണ ഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തെ കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. தாவீதின் மிக்தாம் என்னும் சங்கீதம் இல்லாவிட்டால் ஒரு சொர்ண கீதம் என்று இது சொல்லப்பட்டிருக்கிறது. യോവാബ് മെസൊപ്പൊത്താമിയയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം 30 ആൾക്കരയിൽ 12,000 ഏദോമിനെ സംഹരിച്ചു കളഞ്ഞ സമയത്ത്
ഇത് രചിച്ചു എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. യോവാബ് മെസൊപ്പൊത്താമിയ ദേശത്ത് സീരിയരോടും സോബാദേശത്ത് സീരിയരോടും യുദ്ധം பண்ணி அவர்களில் 12,000 பேரை வெட்டின போது எழுதினதான சங்கீதம் என்று சொல்லப்படுகிறது. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ആദ്യത്തെ 3 വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ முதல் 3 വചനങ്ങളെ നാം ആരായും പൊഴുതു ഇസ്രായേൽ ജാതിയുടെ പാപം മുഖാന്തരമായി അവരുടെ മേൽ വന്നുചേർന്നതായ ന്യായവിധികൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ആ നിലയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുവാനിടയായി തീരുന്നുണ്ട്. இஸ்ரவேலர்களின் பாவத்தின் நிமித்தமாக வந்ததான நியாயத்தீர்ப்பை குறித்ததான வார்த்தைகள் அங்கே சொல்லப்பட்டிருப்பதை காணலாம். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അവരുടെ പാപം നിമിത്തമായി ദൈവസ്ഥാനം കൈവിടപ്പെട്ടു എന്ന് അവർ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നു. அவர்கள் பாவ நிமித்தமாக அவர்கள் தேவனாலே புறக்கணிக்கப்பட்டு தள்ளப்பட்டார்கள் என்பதை அவர்கள் விளங்கினார்கள் என்று காண முடியும். രണ്ടാം വാക്യത്തിലേക്ക് നാം കടന്നു വരുന്ന സന്ദർഭത്തിൽ இரண்டாவது வசனத்துக்கு நேராக வரும்பொழுது പാപം മുഖാന്തരമായി ദൈവം അവരെ ദണ്ഡിപ്പിച്ചതായ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നുചേർന്നതായ പീഡകളെ കുറിച്ച് അല്ലെങ്കിൽ ദേശത്തിൽ തന്നെ വന്നതായ നഷ്ടങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. அவர்களின் பாவத்தின் நிமித்தமாக அவர்களுக்கு வந்ததான உபத்திரவங்களை குறித்து அவர்களின் தேசத்துக்கு வந்ததான இழப்புகளை குறித்து தேவன் அவர்களை வெட்கப்படுவதை குறித்து நாம் இங்கே காண முடியும். ഈ ദേശത്തെ നൽകി ഭിന്നിപ്പിച്ചിരിക്കുന്നു. நீ தேசத்தை பிரமிக்க பண்ணியிருக்கிறீர், அதை நீ பிரித்து விட்டீர். അത് കുലഞ്ഞുകഴിയാൽ അതിന്റെ ഭിന്നങ്ങളെ അത് നന്നാക്കണമേ എന്ന് പറയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ஆதலால் அதன் வெடிப்புகளை பொருத்தப்பட்டும் அது அசைகின்றது என்று சொல்கிறார். അത് കുലഞ്ഞുകഴിയാൽ പല വിധത്തിലുള്ളതായ ഭിന്നങ്ങൾ ആ ദേശത്തിൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നതിനെ കുറിച്ച് ആ വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയാണ്. அது அதிர்ந்து போனபடியால் அதிலே வந்ததான பலவிதமான வெடிப்புகளை குறித்து அங்கே சொல்லப்பட்டிருப்பதை காண முடியும். ഇന്നത്തെ കാലയളവുകളിലാണെങ്കിൽ ഏതെങ്കിലും രാജ്യക്കാർ കൊണ്ടുപോയി ഇട്ടതായ അല്ലെങ്കിൽ ബോംബോ അല്ലെങ്കിൽ മിസൈലുകൾ വിരുദ്ധമായി വന്നുചേർന്നതായ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണെന്ന് വേണമെങ്കിൽ പറയുവാൻ തക്കവണ്ണം കഴിയും. இந்த காலத்திலே என்றால் ஏதாவது ஒரு நாட்டிலே இன்னொரு நாடு அங்கே போட்டதான குண்டுகள் இல்லாவிட்டால் மிசைல் நிமித்தமாக இப்படிப்பட்டதான சேதங்கள் வந்தது என்பதை நாம் சொல்லக்கூடும். ആരംഭ കാലയളവുകൾ മുതൽ യുദ്ധങ്ങൾ രാജ്യത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ജനത്തിനിടയിൽ വന്നുചേർന്നിട്ടുള്ളതായ അനുഭവങ്ങൾ കാണുവാൻ സാധ്യമായി തീരുന്നു. ராஜ்யங்கள் ஜனங்கள் அவர்கள் யுத்தம் செய்து கொண்டிருப்பதை நாம் காண முடியும். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ഇക്കാലയളവുകളിലും എത്രയോ വേദനാജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ലോകം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. அந்த நாளில் வேதனை உண்டாக்கக்கூடிய சூழ்நிலையிலே தான் உலகம் முன்னேறி போய் கொண்டிருக்கிறது. അമേരിക്കയും ഇസ്രായേലും അതേ ഇറാനും തമ്മിൽ യുദ്ധങ്ങൾ ആരംഭിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി കഴിഞ്ഞിരിക്കുകയാണ്. அமெரிக்காவும் இஸ்ரவேலும் ஈரானும் சேர்ந்து ஆரம்பித்ததான யுத்தம் எத்தனையோ நாட்கள் தாண்டிவிட்டது. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധങ്ങൾ ആരംഭിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി തീർന്നിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് ഒരു வருடம் താണ്ടിവിട്ടതേ. അതെ, ഈസ്റ്റർ വീക്ക് ദിവസങ്ങളിൽ ഇവയെല്ലാം പൂർണ്ണമായിട്ടും നിർത്തൽ ചെയ്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷം ലോകത്തിനുണ്ടാകേണ്ടത് നാം ദിനംതോറും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പ്രത്യേകമായി പ്രാർത്ഥിക്കുകയുണ്ടായി. இந்த யுத்தங்களெல்லாம் அதெல்லாம் நிறுத்தப்பட்டு பூமியிலே சமாதானம் உண்டாக வேண்டும் என்று சொல்லி நம்முடைய ஈஸ்டர் உபவாச ஜெபத்திலே ஒவ்வொரு நாளும் நாம் விசேஷமாக ஜெபித்து வந்தோம். ഇപ്പോഴും നാം ശക്തമായ നിലയിൽ ദേശത്തിന് ആവശ്യമായ സമാധാനം നൽകണം, രാജ്യത്തിന് ആവശ്യമായ സമാധാനം നൽകണം, മുഴുവൻ ലോകത്തിനും ആവശ്യമായ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് പറഞ്ഞ് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. இப்பொழுது நம்முடைய தேசத்துக்கு சமாதானம் வேண்டும், ராஜ்யங்களுக்கு சமாதானம் வேண்டும், முழு உலகத்துக்கும் சமாதானம் வேண்டும் என்று சொல்லி நாம் மிகவும் ஊக்கமாக தேவனிடத்திலே ஜெபித்துதான் வருகின்றோம். സർവശക്തനായ ദൈവം തന്നെ അതേ രീതിയെല്ലാം മധ്യേ ശക്തിയോടെ പ്രവർത്തിച്ച് സമാധാനപരമായ ഒരു അന്തരീക്ഷം ലഭിക്കുവാൻ ഇടയാക്കി തീർക്കുമാറാകട്ടെ. സർവ്വവല്ലഭനായ தேவன் தாமே இதற்கு மத்தியிலே வல்லமையாய் கிரியை செய்து அவர் தாமே സമാധാനത്തെ ഉണ്ടാക്കുവാനാക. അതെ, ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ എത്രയോ വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയാതിരിക്കുവാൻ കഴിയുന്നതല്ല. இப்பொழுது நடக்கிற இந்த யுத்தத்தின் விளைவாக எத்தனையோ சிரமங்களை கஷ்டங்களை சாதாரண மக்கள் அனுபவித்துக் கொண்டிருக்கிறார்கள் என்பதை நான் சொல்லாமல் இருக்க முடியாது. സാധനങ്ങളുടെ എല്ലാം വില കൂടി, பொருட்கள் விலை உயர்கின்றன, വേണ്ടതുപോലെയുള്ളതായ ജോലി ഇല്ലാതെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, தேவையான வேலைகள் இல்லாமல் போகிறது, വേണ്ടതുപോലെ സ്വാതന്ത്ര്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയും വന്നും ചെയ്യുന്നവർക്ക് വേണ്ടതുപോലെ പോകുവാനും വരുവാനും കഴിയാതിരിക്കുന്നു. தேவையான விதத்திலே நாம் பல நாடுகளிலே சுயாதீனமாக போய் வரக்கூடியதான சூழ்நிலை இல்லாமல் போகிறது. വളരെയധികം പ്രയാസ പ്രശ്നങ്ങൾ അതേ ദേശത്തുടനീളം ഉളവായിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ പറയാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. பலவிதமான சிரமங்கள் பிரச்சனைகள் கஷ்டங்கள் எல்லாம் தேசங்களில் நாடுகளில் வருவதை
நான் சொல்லாமலே உங்களால் விளங்கிக் கொள்ள முடிகிறது. സർവശക്തനായ ദൈവം തന്നെ തക്കതായ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം പകർന്നു തന്ന് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉളവാകുവാൻ ഇടയാക്കി തീർക്കുമാറാകട്ടെ. സർവ്വവല്ലിയുള്ള ദൈവം താമേ அமைதியை உண்டாக்குவாராக. ஒரு சமாதானத்தை நிலவரத்தை ஆண்டவர் தாமே உருவாக்குவாராக. ഇവിടെ പറയുമ്പോൾ രണ്ടാം വാക്യത്തിൽ ദേശത്തെ കുലുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. ഭൂമിയെ അതിരക്കൊള്ളി அதை വെടിപ്പാക്കി അത് കുതിരുകയാൽ അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ എന്ന് പറയുകയാണ്. അത് செய்கிறபடினாலே அதன் வெடிப்புகளை பொருத்தப்படும். മൂന്നാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം മൂന്നാം വചനത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ജനത്തെ കാഠിന്യം അനുഭവിച്ച പരിഭ്രമത്തിന്റെ വീഴ്ച ഞങ്ങൾ കുടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ஜனங்களுக்கு கடினமான காரியத்தை காண்பித்தீர், தத்தளிப்பின் மதுபானத்தை அவர்களுக்கு குடிக்க கொடுத்து ചെയ്തതായ ജനത്തെ കഠിനമായി ശിക്ഷിക്കുന്ന ഒരു പ്രത്യേക അനുഭവം അവിടെ കാണുവാൻ സാധ്യമായി തീരുകയാണ്. தவறு செய்கிற ஜனங்களை மிகவும் கடினமாக தண்டிக்கிறதான ஒரு விசேஷமான அனுபவத்தை காண முடியும். തെറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മുൻപോട്ട് പോകുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും വേണ്ടതായ സമാധാനം അനുഭവിപ്പാൻ കൊണ്ടാൻ കഴിയുന്നതല്ല. தவறுகளை செய்து கொண்டே செல்கிறதான எந்த நபரின் வாழ்க்கையிலும் அவர்கள் மெய்யான சமாதானத்தை அனுபவிக்கவே முடியாது. നാലാം വാക്യത്തിൽ പറയുമ്പോൾ സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീങ്ങളുടെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു എന്നെടുത്ത് പറയുന്നു. ஆனால் நான்காம் வசனத்திலே சத்தியத்தின் நிமித்தம் வைற்றபடியாக உமக்கு பயந்து நடக்கிறவர்களுக்கு ஒரு கொடியை கொடுத்திருக்கிறது. സുവിശേഷത്തിന്റെ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുവിശേഷത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാൾതോറും ജനത്തോടെ നാം മുൻപോട്ട് പോകുന്നവരായി തീരുകയാണ്. நாம் சுவிசேஷத்தின் சத்தியத்தை உயர்த்தி காட்டி ஒவ்வொரு நாளும் நாம் உயிரை பிடித்துக் கொண்டு முன்னே செல்ல வேண்டும். അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. மிகவும் ஆசீர்வதிக்கப்பட்டதான ஒரு சாட்சியை நாம் இப்பொழுது கேட்டோமே. അദ്ദേഹത്തിന്റെ വിവരിപ്പാനാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. அவர் விரிவாக செல்ல வேண்டும் என்றால் ஏராளமான காரியங்கள் உண்டு. യൗവന പ്രായത്തിൽ തന്നെ നല്ല ഒരു ജോലി ലഭിക്കുവാൻ ഇടയാക്കി തീർന്നു. நம்முடைய இளவயதில் தானே நல்ல ஒரு வேலையை பெற்றுக் கொண்டார். തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്നെ തന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. அவர் விருப்பத்தின்படி வாழ துவக்கின பொழுது தெய்வம் தாமே அவரோடு இடைபெற்றுக் கொண்டிருந்தார். വിട്ടത്തേക്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനും അതിനു മുൻപേ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും ഒക്കെ തന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുത്തു. பிற்காலத்திலே ஒரு ஆசீர்வதிக்கப்பட்டதான குடும்ப வாழ்க்கையை பெற்றுக்கொள்ள உதவி செய்தார். அதற்கு முன்னதானே ஆண்டவரை சொந்த ரட்சகராக ஏற்றுக்கொள்ளும்படியான ஸ்லாக்கியத்தை தேவன் அளித்தார். തന്റെ രണ്ടു കുഞ്ഞുങ്ങളെ ദാനമായി കൊടുത്തു എന്ന് ഓർപ്പിക്കുകയുണ്ടായല്ലോ. அவருக்கு இரண்டு பிள்ளைகளை தேவனீவாய் கொடுத்தார் என்பதை சொன்னார். ഒരാളെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി കൊടുക്കുവാൻ ഇടയാക്കി തീർന്നു. அது ஒரு மகளே ஆண்டவருடைய மகிமையான ஊழியத்துக்காக கொடுக்கவும் ஆண்டவர் உதவி செய்தார். ഇന്ന് അയർലൻഡിൽ നമ്മുടെ വേലയോടുള്ളതായ ബന്ധത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. இன்றைக்கு அவர்கள் அயர்லாந்திலே நம்முடைய ஊழியத்திலே ஆண்டவரை சேமித்துக் கொண்டிருக்கிறார்கள். അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ കാണപ്പെടുവാൻ ഇടയാക്കി തീർക്കുവാനാകട്ടെ. அவர்கள் இன்னும் ஆசீர்வதிக்கப்பட்ட நிலவரத்திலே காணும்படியாக சர்வவல்லமை தேவன் தாமே உதவி செய்வாராக. അങ്ങനെ സുവിശേഷത്തിന്റെ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് ഏതൊരു സ്ഥാനത്തും ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുന്ന വിശേഷിപ്പിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുവാനാകട്ടെ. ஆதலால் இந்த விதத்திலும் சுவிசேஷத்தின் கொடியை உயர்த்தி காட்டி ஆண்டவரை மகிமைப்படுத்தி முன்னேறி செல்லக்கூடியதான நிலவரம் உண்டாகட்டும். വായിച്ചതായ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. நான் வாசித்து கேட்டதான வேத பகுதிக்கு வருவோம். ഇവിടെ സങ്കീർത്തനക്കാരൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. இங்கே சங்கீதக்காரன் மூலமாக இப்படியாக கூறப்பட்டிருக்கிறது. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരവരുളയണമേ. உமது பிரியர் விடுவிக்கப்படும்படி உமது வலது கரத்தினால் ரட்சித்து எங்களுக்கு செவி கொடுத்தருளும். നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരവരുളയണമേ. உமது பிரியர் விடுவிக்கப்படும்படி உமது வலது கரத்தினால் ரட்சித்து எங்களுக்கு செவி கொடுத்தருளும். ദൈവനാമത്തിന് മഹത്വം. ஆண்டவருடைய நாமத்துக்கு மகிமை. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് വലങ്കൈ കൊണ്ട് ഉത്തരവരുളണമെന്ന് ഉത്തരവരുളണമെന്ന് പറയുകയാണ്. உமக்கு பிரியமானவர்கள் விடுதலையாக்கப்படும்படியாக உமது வலது கரத்தினாலே ரட்சித்து எங்களுக்கு உத்தரவருளும். യഹോവയുടെ വലങ്കൈയെ കുറിച്ച് നാം പരിശോധിച്ചാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. கர்த்தருடைய வலது கரத்தை குறித்து நான் சிந்திப்போம் ஆகி எத்தனையோ காரியங்களை குறித்து சொல்லலாம். ആ വലങ്കൈ നീട്ടി നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. தேவன் தாமே வலக்கரத்தை நீட்டி நம்மை ரட்சிக்கிறவர். വിവരിക്കുവാൻ സമയം മുൻപിൽ ഇല്ലായെങ്കിലും ചില കാര്യങ്ങളൊന്ന് തൊട്ട് ഞാൻ മുൻപോട്ട് നീങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. அதிகம் விரிவாய் சொல்ல நேரம் അനുവദിക്കാவிட்டாലും ചില കാര്യങ്ങളെ തൊട്ട് சொல்கிறேன். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിത കാലയളവിൽ നമ്മുടെ ആണ്ടവനായ യേശു ക്രിസ്തു இந்த ഭൂമിയിലെ வாழ்ந்த നാட்കളിൽ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കുന്നതിന് അയക്കുവാനും അതേ രോഗികൾക്ക് മേൽ സൗഖ്യം വരുത്തുവാനും
തന്നോടുകൂടി ഇരിക്കേണ്ടതിനുമായിട്ട് പന്തിയിൽ വരെ താൻ നിയമിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. ஆண்டவராகிய இயேசு கிறிஸ்து அவர் தன்னோடு கூட இருக்கும்படியாகவும் தேவனுடைய ராஜ்யத்தை குறித்து பிரசங்கம் பண்ணும்படியாகவும் பிசாசுகளை துரத்தும்படியாகவும் அவர் 12 பேரை தெரிந்து கொண்டதாக நாம் காண முடியும். ആ 12 പേരിൽ നല്ലൊരു ഒരാള് അതെ തന്നെ വിട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. அந்த 12 പേരിൽ ഒരുവർ അവരെ വിട്ട് വിലകിയதாக കാണ முடியும். ബാക്കിയുള്ളവർ ഓരോരുത്തരും ഒരാൾ ഒഴികെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിട്ട് അയക്കപ്പെട്ട് അവിടെയായി രക്തസാക്ഷികളായി തീരുവാനിടയാക്കി തീർത്തു. மற்றவர்களில் ஒருவர் தவிர மீதியான எல்லாரும் உலகத்தின் பல்வேறு பகுதிகளில் சென்று அனுப்பப்பட்டு அவர்கள் இரத்த சாட்சிகளாக மரித்தார்கள். സ്വാഭാവിക മരണം ആസ്വദിച്ചത് ഒരേ ഒരാൾ മാത്രം സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ മാത്രമാണ്. இயற்கையான மரணம் அன்பின் அப்போஸ்தலனாகிய யோவானுக்கு மட்டுமே கிடைத்தது. ദൈവത്തിന്റെ സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். തന്നെയും ഏതെങ്കിലും വിധത്തിൽ ലോകത്തോടുകൂടെ നശിപ്പിച്ചു കളയേണ്ടതിനു വേണ്ടി അന്നത്തെ ഗവൺമെന്റ് തന്നെ പിടിക്കുവാനിടയാക്കി തീർത്തു. அவர் இந்த விதத்தினால் இந்த உலகத்தை அழிக்கும்படியாக அன்றைக்கு இருந்ததான அரசாங்கம் அவரை அழிக்க முயற்சித்தது. ചരിത്ര ഭാഗങ്ങളിലൂടെ നാം പരിശോധിക്കുമ്പോൾ തിളയ്ക്കുന്ന ഒരു കുട്ടകം എണ്ണയിലേക്ക് തന്നെ ജീവനോടെ പിടിച്ചിടുവാൻ ഇടയായി തീർന്നു. நாம் வரலாறை ஆராய்ந்து பார்க்கும் பொழுது கொதிக்கும் எண்ணெயை அவரை உயிரோடு போட்டுவிட்டதாக காண முடியும். എന്റേതായ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഞാൻ என்னுடைய വാർത്തകളിൽ சொல்வேன். അതെ, സാധാരണ പച്ചവെള്ളത്തിൽ നീന്തി കുളിച്ച് സന്തോഷിക്കുന്നത് പോലെ അതിൽ നിന്ന് താൻ സന്തോഷത്തോടെ പുറത്തു വരുവാനിടയാക്കി തീർത്തു. நல்ல பச்சை தண்ணீரிலே நீந்தி குளிக்கும் விதமாக அவர் சந்தோஷமாக அதிலே இருந்து வெளியே வந்தாராம். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். എന്നാൽ അതിന് ഭയപ്പെട്ടതായ ആളുകൾ, ஆனால் அதை கண்டு பயப்படுகிறார். രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതായ ആളുകളെ നാട് കടത്തേണ്ടതായിട്ട് ഉപയോഗിച്ചിരുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ അയക്കുകയുണ്ടായി. தேச விரோத செயல்கள் செய்கிறவர்களை அவர்கள் அந்த தேசத்தை விட்டு பத்மோஸ் என்ற தீவிலே நாடு கடத்துவார்கள். அங்கே இவரும் அனுப்பப்பட்டார். അവളെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. அங்கே உதவிக்கு யாரும் இல்லை. ദൈവത്തിന്റെ സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ചുറ്റി നോക്കിയപ്പോൾ അതെ അടങ്ങുന്നതായ സമുദ്രം മാത്രമാണ് ചുറ്റിലും കാണുവാൻ കഴിയുന്നത്. இந்த விதத்திலாவது தப்பிக்கலாமா என்று முயற்சி பண்ணி பார்த்தால் அங்கே சுற்றிலும் கொண்டிருக்கிறதான கடல் மட்டுமே. ആ ദ്വീപിലൂടെ അവിടെ ഇവിടെയായിട്ട് നടന്നു നോക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ കാട് പിടിച്ച് കിടക്കുന്നതായ കാട്ടിൽ നിന്ന് ഓരിയിടുന്നതായ നദികളുടെ ശബ്ദം കേൾക്കാൻ കഴിയും. அவர் இந்த நீவிலே சுற்றி பார்க்கும் பொழுது அங்கே இருக்கிறதான சிறு காற்றுகளிலே இருந்து ஊழிடுகிறதான நரிகளை தான் பார்க்க முடிகிறது. വെക്കെട്ടുകളുടെ നടുവിൽ അവിടെ വളർന്നു നിൽക്കുന്നതായ പനവൃക്ഷങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നതായ കഴുകന്മാരുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. அந்த பாறைக்கட்டுகளின் இடையிலே இருக்கிறதான பனிமரத்திற்கு மேலே பார்த்தால் அங்கே இருந்து சத்தமிடுகிறதான கழுக்களை காண முடியும். എന്റേതായ ഭാവനയിൽ ചിന്തിക്കുമ്പോൾ ആ കഴുകന്മാർ യോഹന്നാനോട് പ്രകാരം വിളിച്ചു പറയുകയാണ്, യോഹന്നാനെ നിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. நான் என்னுடைய கற்பனையிலே பார்க்கும் பொழுது அந்த கழுகுகள் இவரை பார்த்து சொல்கிறது, யோவானே உன் முடிவும் இப்படித்தான் இருக்கும். ഇതിനു മുൻപ് തനിക്ക് മുൻപേ നാട് കടത്തപ്പെട്ട പലരുടെയും അസ്ഥികഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടപ്പുണ്ട്. இதற்கு முன்பாக அங்கே நாடு கடத்தப்பட்டதான அநேகருடைய எலும்புத் துண்டுகள் ஆங்காங்கே சிதறி கிடக்கின்றன. കണ്ടുകൊണ്ട് താൻ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവ വിളിച്ചു പറയുകയാണ്, യോഹന്നാനെ നിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. இவைகளெல்லாம் பார்த்து அவருக்கு நடக்கும்போது அவர்கள் எல்லாம் இப்படியாக அமைதியாக சொல்கின்றன, உன்னுடைய நிலைமையும் இப்படித்தான் மாறும். എന്നാൽ ഒന്നാമത്തെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ ஆனால் வெளிப்படுத்தின விசேஷம் 1-ாம் அதிகாரம் 10-ாம் வசனத்திலே കർത്തൃ ദിവസം വന്നപ്പോൾ താൻ ആത്മ വ്യഭിചരനായി എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. கர்த்தருடைய நாளிலே அவர் ஆவிக்குள்ளானார் என்பதை குறித்து தேவனுடைய வசனம் சொல்கிறது. ദൈവത്തിന്റെ സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ദൈവസന്നിധിയിൽ താൻ മുഴങ്കാൽ മടക്കി அவர் தேவ சமூகத்திலே முழங்கால் படியிட்டார். പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ആത്മ വ്യഭിചരനായി തീർന്നതായി കാണുവാൻ കഴിയും. அவர் ஜெபித்துக் கொண்டே இருந்து ஸ்தோத்திரம் பண்ணிக்கொண்டே இருந்து அவர் ஆவிக்குள்ளாக்கப்பட்டார் என்பதை காண ആ முடியும். സന്ദർഭത്തിൽ ശരിയായ ദർശനങ്ങൾ തന്നെ കാണുവാനിടയായി തീർന്നു. அவர் இந்த வேளையிலே ஏற்றதான தரிசனங்களை பார்த்தார். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണുവാനിടയായി തീർന്നു. ஆண்டவராகிய இயேசுவை காண வேண்டிய விதத்திலேயே கண்டார். എന്നാൽ അവനെ കണ്ടിട്ട് താൻ മരിച്ചവനെ പോലെ താൻ ആയിത്തീർന്നതായി പഠിപ്പാൻ കഴിയുകയാണ്. ஆனால் அவரை பார்த்த பொழுது மரித்தவனமாக மாற்றப்பட்டார். മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നെടുത്ത് പറയുകയാണ്. மரித்தவனை போல அவருடைய பாதங்களிலே வீழ்ந்ததாக காண்கிறோம். 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ 1-ാം அதிகாரம் 17-ാം വചനത്തിലെ അവൻ വലം കൈ അവന്റെ കയ്യിൽ വെച്ച് அவர் தம்முடைய வலது கரத்தை அவன் மேல் வைத்து, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം ജീവനുള്ളവനുമാകുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. பயப்படாதே, நான் முந்தினவரும் பிந்தினவரும்
ഉയരമുള്ളവരുമായിരിക്കുകയും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ച ഞാനായിരുന്നു, സദാകാലങ്ങളിലും ഉയരോടെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരണത്തിற்கும் പാതാളത്തിற்கும் ഒരു തിരുവുകോലുകളെയും യോഹന്നാന്റെ തലമേൽ കൈവച്ചവനെ അനുഗ്രഹിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. யோவான்களில் வலதுகரத்தை வைத்து ஆசீர்வதித்து சொல்கிறார், நீ பயப்பட வேண்டாம், நான் சதா காலங்களிலும் உயிரோடு இருக்கிறேன். അവസാന കാലയളവിൽ ചേർത്തിരിക്കുന്ന പ്രിയ ദൈവവൈദ്യരെ, கடைசி காலங்களில் வந்திருக்கிறதான தெய்வ பிள்ளைகளே, എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ വലങ്കരം നീട്ടി നമ്മെ താങ്ങി രക്ഷിപ്പാൻ പിടിപ്പിപ്പാൻ മതിയായ ദൈവമാണ്. சதா காலங்களில் உயிரோடு இருக்கிற இயேசு கிறிஸ்து நம்முடைய வலங்கரத்தை நம்முடைய மேல் வைத்து நம்மை ஆசீர்வதித்து நம்மை தாங்கி ரட்சிக்க வல்லவராயிருக்கிறார். ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. 118 സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 118 സങ്കീർത്തനത്തിലേക്ക് നേരാக വരുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടാം. കുറെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വാക്യങ്ങൾ പറയുവാനുള്ളതായ വായിക്കാനുള്ളതായ സമയം മുമ്പിൽ പോരാ. நான் சீக்கிரமாக சொல்லி போவேன். எல்லா வசனங்களையும் படிக்க நேரமில்லாதபடியால் நீங்கள் அதை சரியாக குறித்து வைத்துக் கொள்ளுங்கள். ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. 118 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ 118 സങ്കീർത്തനം 15 വചനത്തിൽ യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ വലങ്കരം പരാക്രമം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതെ, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. കർത്താവിന്റെ വലങ്കരം അത് പരാക്രമം ചെയ്യും കരം. അത് ഉന്നതവും ഉയർന്നിരിക്കുന്നതുമായ കരമെന്ന് കാണുവാനിടയായി. അത് ഉയർന്നിരിക്കുന്നതാണ് കരം, ഉന്നതമായ കരം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 38 സങ്കീർത്തനത്തിന്റെ 7 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ 138 സങ്കീർത്തനം 7 വചനത്തിൽ അത് ശത്രുവിനെ തകർത്ത് ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അത് ശത്രുവെ നൊറുക്കി ശത്രുവിൻ കരുത്തിലെ നമ്മെ രക്ഷിക്കുന്നതാണ് കരം. 138 സങ്കീർത്തനത്തിന്റെ 7 വാക്യം, 138 സങ്കീർത്തനം 7 വചനം, 17 സങ്കീർത്തനത്തിന്റെ 7 വാക്യം, 17 സങ്കീർത്തനം 7 വചനം. ഇവിടെയെല്ലാം നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇതെല്ലാം നാം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശത്രുവിനെ തകർത്ത് ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ്. ശത്രുവിനെ നൊറുക്കി രക്ഷിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 41 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ യേശയ്യാ 41 അധ്യായം 10 വചനത്തിൽ നിന്റെ വലങ്കരത്തിന് പിടിച്ച് നിന്നെ താങ്ങി നടത്തുന്ന ദൈവമാണ്. വലതുകരത്തിനാലെ അവർ പിടിച്ച് താങ്ങി നടത്തുന്ന ദൈവത്തിനെ താങ്ങി നടത്തുന്ന ദൈവം. സർവ്വവല്ലഭനായ ദൈവൻ ഉന്നെ താങ്ങി നടത്തുന്ന ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ലൂക്കാ 24 വചനത്തിൽ പഠിക്കുമ്പോൾ തന്റെ വലങ്കരം ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവന്റെ വലതുകരത്തെ ഉയർത്തി ആശീർവദിക്കും ദൈവൻ. ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. മാത്രമല്ല മറ്റുമില്ലാതെ 104 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 104 സങ്കീർത്തനത്തിന് നേരാக അതിന്റെ 28 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ മുഖാന്തരമായി പ്രകാരം പറയുന്നു, അത് 28 വചനത്തിലെ സംഗീതക്കാരൻ മൂലമായി വിശാലവും വലുതുമായിരിക്കുന്ന ഒരു സമുദ്രം നമുക്ക് മുൻപിലുണ്ട്. ഇത് വലിയ വലിയമായ ഒരു സമുദ്രം ആ സമുദ്രത്തിൽ വലിയ ദിവ്യാത തുടങ്ങി ചെറിയ ഊമ്പ പരട് വരെ അതിനകത്തുള്ളതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. അതിനെ പെരുതാൻ ജീവിക്കുന്നത് വേണ്ടി ചെറിയ ചെറിയ മീൻകൾ വരയ്ക്കും അതിലേക്കുന്നത്. ഇവയെല്ലാം ദൈവത്തോട് ചോദിക്കുന്നു, തൃക്കൈ തുറക്കുന്നു, അവയ്ക്ക് ആവശ്യമായിരുന്നെല്ലാം ദൈവം നൽകുന്നു. ഇവയെല്ലാം ദൈവത്തിലേക്ക് കേൾക്കുന്നത് ஆண்டவர் தம்முடைய கரத்தை திறக்க அவங்க நன்மையினாலே திருப்தியாகிறது. 8 വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ 28 വചനം പഠിക്കുമ്പോൾ നീ കൊടുക്കുന്നതിനെ അവ വെറുക്കുന്നു, നീ കൊടുക്ക അവങ്ങൾ വാങ്ങിക്കൊള്ളും, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് പറയുകയാണ്. നീരുടെ കൈயை തിരക്ക അവങ്ങൾ നന്മയിനാലെ തൃപ്തിയാകും. ഈ 104 സങ്കീർത്തനത്തിന്റെ 21 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ 4 സങ്കീർത്തനം 21 വചനത്തിൽ ബാലസിംഹങ്ങൾ ഇരയ്ക്കായിട്ട് അലറുന്നു, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി ഗർജിക്കും. അവർ ദൈവത്തോട് ആവശ്യമായിരിക്കുന്നതായ തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. ദേവയാൻ ആഹാരത്തെ ദൈവത്തിനെ അവകൾ കേൾക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം. സ്തോത്രം. അതേ കാട്ടിലെ സിംഹങ്ങൾ നമ്മുടെ അറിവനുസരിച്ച് അതിന് വിശന്നു കഴിഞ്ഞാൽ നേരെ 2 കൈ മുൻപോട്ട് വെച്ച് 2 കാലം പുറകോട്ട് വെച്ച് നീണ്ടു നിവർന്നത് നിന്നിട്ടും ഒരൊറ്റ ഒരു അലർച്ചയാണ്. நாம் அறிந்திருக்கிறபடியே காட்டிலே சிங்கங்களுக்கு பசி வரும்பொழுது 2 முன்னங்கால்களை முன்னே நீட்டி பின்கால்களை அவை பின்னாக நீட்டி அவைகள் நல்ல உரத்த சத்தமாக கர்ஜிக்கும். 104 സങ്കീർത്തനത്തിൽ 21 വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം പറയുകയാണെങ്കിൽ 104 സങ്കീർത്തനം 21 വചനത്തെ வைத்துக்கொண்டு நாம் சொல்வோமாக ഇരയ്ക്കായിട്ട് അലറുന്നു, ബാലസിംഹങ്ങൾ ഇരയ്ക്കാக ഗർജിക്കും. ദൈവമേ
എനിക്കുള്ളത് എവിടെയെന്ന് ചോദിക്കുകയാണ്. தேவனே எனக்குள்ள செய்தி எங்கே கேட்கிறது. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അതെ, ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അതിന് ആവശ്യമായിരിക്കുന്നത് കൊടുക്കുന്നു എന്ന് തിരുവചനം പറയുകയാണ്. தேவனை நோக்கி அவைகள் கூப்பிடும் பொழுது தேவன் தேவையானதை கொடுக்கின்றார் என்று தேவனுடைய வார்த்தை சொல்கிறது. 38 യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 41 വാക്യത്തിൽ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ யோபு 38 அதிகாரம் 41 வசனத்தில் കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്ന ആരെന്നൊരു ചോദ്യമുണ്ട്. காக்கை குஞ்சுகள் தேவையான ஆகாரத்தை தேவனை நோக்கி கூப்பிட்டு ஆகாரம் இல்லாமல் பறந்து அடைகிற போது அவைகளுக்கு தேவையான இவையை சகோதரித்து கொடுக்கிறது. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അതെ, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് തൃപ്തി വരുന്നുവെന്ന് കാണുവാൻ കഴിയും. தேவன் தமது கையை திறக்கப்பட்டு அவைகள் திருப்தியாக இருக்கிறதை காண முடியும். 147 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ 147 சங்கீதம் 9 வசனத்தில் അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും அவர் மிருகங்களுக்கு கூப்பிடுகிறதான காக்கை குஞ்சுகள் ഓരോന്നിനും അതതിന്റെ നിലയിൽ ആവശ്യമായിരിക്കുന്ന ആഹാരം കൊടുക്കുന്നു എന്ന് കാണുവാൻ കഴിയും. அவைகளின் நிலைமைக்கு நிலவரத்துக்கு தேவையான சாப்பாடு ஆகாரத்தை கொடுக்கிறார். അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുമ്പോഴും ഇപ്രകാരം പാടുന്നുണ്ട്. பாடற்காரன் இப்படியாக பாடுகிறார். കരയുന്ന കാക്കയ്ക്കും ദൈവം അവയ്ക്കെല്ലാം തൃപ്തി വരുത്തി അനുഗ്രഹിക്കുന്നതായി തിരുവചനം വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. தேவனை நோக்கி கூப்பிடும் பொழுது தேவன் அவர்களுக்கு திருப்தி வருத்தி ஆசீர்வதிப்பதை தேவனுடைய வசனத்தில் எடுத்து கண்டுகொள்ள முடியும். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. അങ്ങനെ ആശീർവദിക്കപ്പെട്ടതായ ജനം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ശത്രുവിനും ഇതിനെ പിടിച്ചു പറിക്കുവാൻ കഴിയുന്നതല്ല. அப்படி ஆசீர்வதிக்கப்பட்டதான ஜனங்கள் தேவனுடைய கருத்தில் இருக்க மட்டும் இந்த விதமான வல்லமைக்கும் தேவனுடைய கருத்திலே நம்மை பறித்துக் கொள்ள முடியாது. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 28, 29 വേദഭാഗങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ யோவானின் சுவிசேஷம் 10 அதிகாரம் 28, 29 വചനങ്ങളിൽ നാം വായിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞതായി കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. നമ്മുടെ ആണ്ടവരാകിയ കർത്താവായ യേശു ക്രിസ്തുവിനെ இப்படியாக சொல்லியிருப்பது എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരു ശക്തിയെ പിടിച്ചു പറിക്കുവാൻ കഴിയുന്നതല്ല. പിതാവിൻ കല്ലുമേലിരുന്ന് കയ്യിലിരുന്ന് എന്റെ വല്ലവിനാലും പഠിത്തുകൊള്ള முடியாது. ആ വാക്യം വായിച്ചിട്ടാണ് ഞാൻ അവന് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ്. പിതാവിൻ കയ്യിൽ നിന്ന് പഠിത്തുകൊള്ള ഒരുവനാലും കൂടാതെ എന്ന് சொல்கிறார். കർത്താവ് പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ആണ്ടവരും சொல்கிறார் என் கையில் இருந்து படித்துக் கொள்வது வெளி. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. പിതാവിൻ കയ്യിൽ നിന്ന് പഠിത്തുകൊള്ള ഒരുവനാലും കൂടാതെ. അങ്ങനെയെങ്കിൽ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യം. ஆதலால் தேவனாலே பாதுகாக்கப்படுகிறதான ஜனங்களுடைய திருவை பற்றி தேவனை மகிமைப்படுத்தி முன்னேறி செல்ல வேண்டும். സങ്കീർത്തനക്കാരൻ മുഖാന്തരമായി പ്രകാരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ஆதலால் சங்கீதக்காரன் மூலமாக இப்படியாக கூப்பிட்டு നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം വരേണ്ടത്. விடுவிக்கப்படுவது வலது கருத்தினால் ரட்சித்தவர்களுக்கு செவி கொடுத்தவர்களும் ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. ആരെയാണ് വലം കൈ കൊണ്ട് രക്ഷിച്ച് വിടുവിക്കപ്പെടുന്നത്? வலது கருத்தினால் ரட்சித்து விடுதலையாக்குறது யாரும்? ആർക്കാണ് ആവശ്യമായിരിക്കുന്ന നന്മകൾ കൊടുത്ത് ദൈവം ബലപ്പെടുത്തുന്നത്? தேவன் யாருக்கு தேவையான நன்மையை கொடுத்து இதை கொடுத்துக்கிறார். പ്രിയമുള്ളവർക്ക് ആ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതായി കാണുവാൻ കഴിയും. பிரியமானவர்களுக்காகவே இந்த நிலவரத்திலே தேவன் கிரியை செய்வதை காண முடியும். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രിയമുള്ളവനെന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി പഠിക്കാൻ കഴിയുന്നു. நம்முடைய ஆண்டவராகிய இயேசுவை பிரியமானவர் என்று சித்தரிப்பதை காண முடியும். ദൈവനാമത്തിന്റെ മഹത്വം. தேவநாமத்துக்கு மகிமை. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ
ഇതിന്റെ സുവിശേഷം 3-ാം-അധ്യായത്തിലെ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും നമ്മുടെ ഓരോരുത്തരെയും ഉടയവനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സർവപ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണ് നമ്മുടെ ഉടമയാളനാണ് യേശു ക്രിസ്തു. സൃഷ്ടിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് താൻ മന്ദം നടന്നു ചെല്ലുകയുണ്ടായി. തനത് സൃഷ്ടിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകനെ അവർ വിട്ടുവാകം ചെയ്യുകയാണ്. സ്നാപക യോഹന്നാൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മാനസാന്തര സ്നാനം നടത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. യോഹന്നാൻ സ്നാപകൻ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗം വേണ്ടി പണിതിരുന്നതിനുമാണ് ജ്ഞാനസ്നാനത്തെ കൊടുത്തുകൊണ്ടിരുന്ന സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന സർവശക്തനായ കർത്താവ് തന്റെ അടുക്കിലേക്ക് ചെന്നു ചേരുന്നതായ സന്ദർഭത്തിൽ യാവത്തെയും ഉണ്ടാക്കിയതാണ് സർവ്വവരുടെ ദേവൻ തമ്മിടത്തിലെ ഗർവ്വതയെ അവർ കണ്ടുകൊടുത്ത് തങ്ങളെ നോക്കി ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി. അവരെ പാർപ്പിടിയാകും കൂപ്പിട്ട് சொல்கிறார். ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. இதோ உலகத்தின் பாவங்களை சுமந்து இருக்கிற தேவாட்டுக்குட்டி. കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ താൻ ആരാണെന്ന് താൻ മനസ്സിലാക്കുകയുണ്ടായി. ஆண்டவராக இயேசு கிறிஸ்துவை பார்த்த க்ஷணத்திலே அவர் யார் என்பதை இவர் விளங்கிக் கொண்டார். നടത്തിക്കൊണ്ടിരുന്ന മാനസാന്തര സ്നാനം ഏൽക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്റെ കൈക്കീഴ് തന്നെത്താൻ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. அவர் கொடுத்துக்கொண்டிருந்தான மனிதர்களுக்கு இதுவான ஞானஸ்நானத்தை குறிப்படியாக இயேசுவானவர் தம்மை தாழ்த்தி அவருடைய கைகளுடைய தம்மை உபயோகித்தார். മഹത്വം. ദൈവനാമത്തിക്ക് മഹിമ. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി സ്നാനമെടുത്ത് കരയ്ക്കാനുള്ള സന്ദർഭത്തിൽ ഇരുവരും തണ്ണീരിലെ ഇറങ്ങി ஞானஸ்நானம் பெற்று കരയേറപ്പെടുന്നത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ ഇറങ്ങുകയുണ്ടായി. വാനം തിരക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുറാവെ പോലെ ഇറങ്ങി വരുന്നதை കണ്ടാர்கள். അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. அப்படியாக வானத்திலிருந்து ஒரு சத்தம் ഇവൻ கேட்கிறது. എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. இவர் என்னுடைய நேசகுமாரன், இவர் என்னுடைய நேசகுமாரன், இவரை பிரியமாயிருக்கிறேன். ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിക്ക് മഹിമ. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ മത്തായി 17-ാം-ാം മറുരൂപ മലയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നോട് കൂടെ ഉണ്ടാകുന്നതിന് മുമ്പാകെ രൂപാന്തരപ്പെട്ടതായി കാണുവാൻ കഴിയുന്നു. மறுரூப மலையிலே இயேசுவானவர் தம்மோடு இருந்து கூட இருந்தவர்களுக்கு முன்பாக மறுரூப மலையை காண முடியும். മോശയോടും ഏലിയാവോടും കൂടെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. அவர் மோசேயோடும் ஏலியாவோடும் சம்பாஷித்துக் கொண்டிருந்தார். ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിക്ക് മഹിമ. നാം പരിശോധിക്കുമ്പോൾ நாம் தொடர்ந்து தேவனுடைய வசனத்தை பார்க்கிறோம். ശബ്ദം കേൾക്കുവാൻ ഇടയാക്കി തീർന്നു. அதன் முடிவிலே இப்படியாக ஒரு சத்தம் தொனித்தது. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് കാണുവാൻ കഴിയുന്നു. இவர் என்னுடைய நேசகுமாரன், இவரை பிரிவாயிருக்கிறேன், இவருக்கு செவி അതെ, கொடுத்தேன். പ്രിയപുത്രനായിട്ട് അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ അതേ പിതാവായ ദൈവം എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. இங்கே பிதாவாகிய தேவன் இயேசுவானவரை தம்முடைய பிரியமான குமாரனாக எடுத்து காண்பிப்பதை காண முடியும். ആത്മീകമായി നമ്മുടെ ജീവിതത്തിലും സർവശക്തനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രിയമക്കളായി മാറ്റപ്പെടുന്നതിനും ആവശ്യമാണ്. நம்முடைய ஆவிக்குரிய வாழ்க்கையில் சர்வவல்ல தேவனுடைய பார்வையில் நாம் பிரியமுள்ள பிள்ளைகளாக மாற்றப்பட வேண்டும். വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ நாம் வேதாகமத்தை ஆராயும் பொழுது യേശു ക്രിസ്തുവിനെ പോലെ സമ്പൂർണ്ണരായി തീർന്നിട്ടില്ല എങ്കിലും நாம் இயேசுவை போல பூர்ணர்களாக மாற்றப்படாவிட்டாலும் ചിലരെ പ്രിയമെന്ന് ചിത്രീകരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. சிலரை அவர் பிரியமானவர்கள் சித்தரிப்பதை நாம் காண முடியும். ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, தானியேல் 9:23, 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, 10:13 വചനം, 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 10-ാം വചനം. ഇവിടെയെല്ലാം നാം പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ நாம் இங்கே எல்லாம் பார்க்கும் பொழுது ദാനിയേലിനെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. தானியேலை இப்படியாக சொல்கிறார். ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ എന്നവനെ കുറിച്ച് സംബോധന ചെയ്തിരിക്കുന്നതായി കാണുവാൻ കഴിയും. மிகவும் பிரியமான புருஷனாகிய தானியேல் என்று அவனை அழைப்பதை காண முடியும். ദൈവനാമത്തിന് മഹത്വം. தேவனாமத்துக்கு மகிமை. സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന് പ്രിയനായി അവർ ജീവിച്ച് മുൻപോട്ട് പോവുകയുണ്ടായി. സർവ്വവല്ലവരുടെ தேவனுக்கு முன்பாக தேவனுக்கு பிரியமான மனுஷனாக அவன் ஜீவித்து போனான். ദൈവത്തിന്റെ മുൻപാകെ ഏറ്റവും പ്രിയ പുരുഷനായി ദാനിയേലിനെ കാണുവാനിടയായി തീരുകയാണ്. தேவனுக்கு முன்பாக மிகவும் பிரியமான புருஷனாக நமக்கு தானியேலை காண முடியும். മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പറയുന്നതായ സന്ദർഭത്തിൽ மோசே இஸ்ரவேலர்களை ஆசீர்வதித்து பேசும் பொழுது ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ உபாகமம் 33-ാം വചനത്തിലെ ബെന്യാമീനെ കുറിച്ച് പ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. அவர் பென்யாமீனை குறித்து இப்படி சொல்கிறார். അവന് ദൈവത്തിന്റെ പ്രിയനെന്ന് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. கர்த்தருக்கு பிரியமானவன் அவனை என்று சொல்லப்படுகிறது. ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. യഹോവയ്ക്ക് പ്രിയൻ. அவன் கர்த்தருக்கு பிரியமானவன். അവൻ യഹോവയ്ക്ക് പ്രിയൻ എന്ന് പറയുകയാണ്. கர்த்தருக்கு பிரியமானவன். നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ நெகேமியா 13-ാം വചനത്തിലെ അതെ സോളമൻ ചക്രവർത്തിയെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. அங்கே இஸ்ராயேல் அரசனை குறித்து இப்படியாக சொல்லப்படுகிறது. അവൻ ദൈവത്തിന്റെ പ്രിയനായിട്ടുള്ളതിനാൽ
സകല ഇസ്രായേലിനും അവനെ രാജാവാക്കി തീർത്തതായി കാണുവാൻ കഴിയുമോ? അവൻ ദേവനുക്ക് പ്രിയവാനവനാകുന്നതിനാലേ മുഴു ഇസ്രായേലുക്ക് അവനെ രാജാവാக മാറ്റിയതായി കാണ முடியும். സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന് അവൻ പ്രസാദമുള്ളവനായി പ്രിയനായി കാണപ്പെടുവാനിടയാക്കി തീർന്നു. അവൻ സർവ്വവല്ലഭനായ ദേവനുക്ക് മുൻപാകെ ദേവനുക്ക് പ്രിയവാനവനാக ദേവനുക്ക് ഉകർത്തവനാக കാണപ്പെടുന്നു. ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കിയത് 13-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ എടുത്തു പറയുകയാണ്. അവൻ ദേവനുக்கு பிரியமானவனாகிறபடினாலே முழு இஸ்ரவேலுக்கும் தேவன் அவனை ராஜாவாக வைத்தார் என்பதை 13:26 காண்கிறோம். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. യെരേമിയ 31-ാം അധികാരം 20-ാം വചനത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യെരേമിയ 31-ാം അധികാരം 20-ാം വചനത്തിൽ എഫ്രയീമിനെ കുറിച്ച് അങ്ങ് എഫ്രായിമിനെ കുറിച്ച് சொல்லப்பட்டிருக்கிறது. അതെ, എഫ്രയീം എനിക്ക് വാത്സല്യം കൊണ്ടുവരണോ ഓമന കുട്ടിയോ? എഫ്രായിം എനിക്ക് അരുമയായ കുമാരനല്ലവോ, അവൻ എനിക്ക് പ്രിയமான പിള്ളയല്ലവോ. ദൈവത്തിന് സ്തോത്രം. ദൈവനുக்கு സ്തോത്രം. എഫ്രയീം എന്റെ വാത്സല്യ പുത്രനോ ഓമന കുട്ടിയോ എന്നെടുത്ത് പറയുകയാണ്. എഫ്രായിം എനിക്ക് അരുമയായ കുമാരനോ, അവൻ എനിക്ക് പ്രിയமான പിള്ളയോ. അവൻ ദൈവത്തിന് പ്രിയനായി കാണപ്പെടുവാനിടയായി അവൻ തീർന്നു. ദൈവനുക്ക് പ്രിയமான പിള്ളയാக കാണപ്പെട്ടാൽ ഇനി പുതിയ നിയമഭാഗത്തേക്ക് കടന്നു വരാം. ഇന്നും പുതിയ ഏർപ്പാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ നമ്മുടെ ആണ്ടുരാജ്യത്തിലേക്ക് യേശുവിന്റെ നാட்களில் ഒരു സാധു കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു ലാസറിനെ കുറിച്ച് കാണുവാനിടയായി തീർന്നുണ്ട്. ഒരു ഏഴി കുടുംബത്തിലും ലാസറിനെ കുറിച്ച് കാണാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധികാരം 3-ാം വചനത്തിൽ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ 11-ാം അധികാരം 36-ാം വചനത്തിൽ വായിക്കുമ്പോൾ ലാസർ ദൈവത്തിന് പ്രിയനായിരുന്നു എന്ന് കാണുവാനിടയായി തീരുന്നു. ലാസർ ദൈവത്തിന് പ്രിയമാണെന്നായിരുന്നതായി കാണാൻ കഴിയും. ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. ലോകപ്രകാരം ഓരോ കുടുംബങ്ങളിലേക്ക് നോക്കുക. ഞാൻ ഉലകത്തിൽ പിടിയാകുന്ന ഒരു കുടുംബങ്ങളെ നോക്കി பார்ப்போம். ഓരോ കുടുംബങ്ങളിൽ 2, 3, 4 പേരുണ്ടെന്ന് ഇരിക്കട്ടെ. ഒരു കുടുംബത്തിൽ 2, 3, 4 പേർ இருக்கிறார்கள். പല കുടുംബങ്ങളിലും ഒന്നേക്കാൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പല കുടുംബത്തിലെ ഒന്നിലെ അവർ കൊടുത്തുവിട്ടാர்கள். ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 2 പേരോ 4 പേരോ ഉണ്ടെങ്കിൽ അതിൽ ആരോടെങ്കിലും പ്രത്യേകമായ സ്നേഹം നിശ്ചയമായി കാണുവാനിടയായി തീരുന്നു. அதில் 2 பேரோ 4 பேரோ இருந்தாலும் கூட ஒருவருக்கு ஒரு தனித்தனான அன்பு இருக்கிறதை காண முடியும். യാക്കോബിന്റെ സന്തതികൾ 12, 13 പേരുണ്ടായിരുന്നെങ്കിൽ തന്നെയും കൂടെ ദീന ഉൾപ്പെടെ 13 പേരുണ്ടായിരുന്നെങ്കിലും യാക്കോബിൻ സന്തതികൾ ദീന ഉൾപ്പെടെ 13 പേർ இருந்தாலும் கூட അതിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാർ സ്നേഹിച്ചിരുന്നതായ മക്കൾ ആരാണെന്നുള്ളത് ഞാൻ പറയാതെ നമുക്കറിയാം. பெற்றோர்கள் மிகவும் அதிகமாக நேசித்தது யார் என்பதை நான் சொல்லாமலே உங்களுக்கு தெரியும். അതുപോലെ കുടുംബങ്ങളിൽ തന്നെ പലരുണ്ടെങ്കിലും ഇങ്ങനെയുള്ളതായ ചില അല്പമായ വ്യത്യാസങ്ങൾ എവിടെയും കാണുവാനിടയായി തീരുന്നു. കുടുംബത്തിലെ പലരുണ്ടാലും கொஞ்சம் சிறிதான வித்தியாசம் காண்பிப்பதாக நாம் எந்த இடத்திலும் காண முடியும். ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ലാസറും കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രിയനായി താൻ മുൻപോട്ട് പോയതായി കാണുവാൻ കഴിയും. ஆனால் நீங்கள் லாசரை குறித்து நாம் பார்க்கும்போது ஆண்டவர் இயேசுவுக்கு இவன் மிகவும் பிரியமானவனாக இருப்பதை காண முடியும். ആത്മീക ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ ஆவிக்குரிய வாழ்க்கையோடு சேர்த்து பார்க்கும்போது വെള്ളം പോലെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ഇടയിൽ നിന്ന് பாவத்தை தண்ணீரை போல பருகுகிறான் இந்த உலகத்திலே இருந்து സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും വിളിച്ച് വേർതിരിച്ച് തനിക്ക് പ്രിയരാക്കി തീർക്കുകയുണ്ടായി. சர்வ வல்லமை தேவன் நம்மை பேசுவதை அழித்து வெறுவென்று நமக்கு பிரியமானவனாக மாற்றுகிறார். എന്തുകൊണ്ടാണ് നമ്മെ വിളിച്ച് ഈ നിലയിൽ പ്രിയരാക്കി തീർക്കുവാൻ ഇടയായി തീർന്നത്? ஏன் அவர் நம்மை அழித்து நமக்கு பிரியமானவராக மாற்றிக்கொண்டார்? ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். യോഗ്യത കൊണ്ടൊന്നും അല്ല കേട്ടോ. நம்முடைய தகுதிகள் அதிகமானபடினால் ലോകപ്രകാരം പ്രശംസിക്കത്തക്ക ഏതെങ്കിലും വിധത്തിലുള്ളതായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടല്ല നമ്മെ പ്രിയ മക്കളാക്കി തീർത്തത്. உலகத்தின்படியாக மேன்மை பாராட்டக்கூடிய காரியங்கள் இருந்தபடினாலே அவர் நம்மை வேறுதிரிக்கவில்லை. എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം നമ്മെ പ്രിയ മക്കളായി വിളിച്ച് വേർതിരിച്ച് ആത്മീകമായി ഉയർന്ന ബന്ധത്തിൽ കൊണ്ടുവന്നത്? சர்வவல்லமையுள்ள தேவன் எதிரில்லாத நம்மை அவர் பேசுவதை அழித்து வேறுபிரிந்து ஆவிக்குரிய வாழ்க்கையை உன்னத நிலவரத்திலே வைத்திருக்கிறார். വേദപുസ്തകത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ நாம் வேதாகமத்தை பரிசோதிக்கும் பொழுது പിതാക്കന്മാരോട് ചെയ്തതായ ഉടമ്പടിയിനാലും பிதாக்களிடத்திலே செய்ததான உடன்படிக்கையினாலும் കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്ത് മുൻപിൽ കൊണ്ടുവന്നതിനാലും இயேசு மூலமாக நம்மை தெரிந்து கொண்டபடியினாலும் നാം ദൈവത്തിന് പ്രിയരായി മാറ്റപ്പെടുവാനിടയാക്കി തീർന്നു. நாம் தேவனுக்கு பிரியர்களாக மாற்றப்பட்டோம். ഒരു പ്രാവശ്യം കൂടെ പറയാം. ஒருவரை கூட சொல்லி
പിതാക്കന്മാരോട് ചെയ്തതായ ഉടമ്പടി നിമിത്തമായി പിതാക്കളോട് ചെയ്ത ഉടമ്പടി നിമിത്തമാകും കർത്താവായ യേശുക്രിസ്തു നിമിത്തം നമ്മെ തിരഞ്ഞെടുത്ത് മുൻപിൽ കൊണ്ടുവന്നതിനാലും ആണ്ടവരായ യേശു മൂലமாக നിമിത്തமாக നമ്മെ തിരിഞ്ഞുകൊണ്ടുവന്ന് കൊണ്ടുവന്നതിനാലും ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി തീർക്കുവാനിടയാക്കി തീർന്നു. നമ്മെ ദൈവനുക്ക് പ്രിയമുള്ള പിള്ളകളാக മാറ്റിക്കൊണ്ട് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-8 വേദഭാഗങ്ങൾ വായിക്കാം. ഭാഗം 7-ാം അധ്യായം 7-8 വചനങ്ങളിൽ പഠിക്കാം. അവിടെ നിന്ന് വായിക്കുന്നതായ സന്ദർഭത്തിൽ പ്രകാരം വിളിച്ചു പറയുന്ന ഇസ്രായേൽ കൊടുത്തതായ ബന്ധത്തിൽ അങ്ങ് ഇസ്രായേലിനോട് ആണ്ടവൻ ശ്രമികളിൽ ഇപ്പടിയാണ് ശ്രമിക്கிறார். നിങ്ങൾ സംഖ്യയും സകല ജാതികൾക്കും പെരുപ്പമുള്ള രാഗമുണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയതുകൊണ്ട് യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങൾ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് മാത്രമേ യഹോവ നിങ്ങളെ യഹോവ നിങ്ങളെ ബലമുള്ള അടുത്ത ഇസ്രായേലിന്റെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ദൈവനാമത്തിന്റെ മഹത്വം. ദൈവനാമത്തിന് മഹിമയും ആകർഷകനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ഉള്ളിൽ അൻപ് കൊടുത്തപടിയിനാൽ ആകർഷകനായ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ഇടയാക്കി തീർന്നു. സർവ്വവല്യമായ ദൈവനാമം தெரிந்துകൊണ്ട് മുന്നിൽ കൊണ്ടുവന്നാൽ നമ്മുടെ എണ്ണത്തിൽ വളരെയധികം ഉള്ളതുകൊണ്ടല്ല. നാം എണ്ണിക്കയിൽ അധികമാണെന്നാകുന്നപടിയാലില്ല. ദൈവനാമത്തിന്റെ മഹത്വം. ദൈവനാമത്തിന് മഹിമയും പിതാക്കന്മാരോട് ചെയ്തതായ ഉടമ്പടി നിമിത്തമായിട്ട് പിതാക്കളോട് ചെയ്തതാണ് സത്യത്തിന് നിമിത്തமாக ആകർഷകനായ ദൈവത്തിന് നമ്മോട് പ്രീതി തോന്നിയതുകൊണ്ട് ആണ്ടവരായ ദേവനുക്ക് നമ്മളിലെ പ്രിയത്തോടിനപടിയാൽ ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഉപകാരം 10-ാം അധികാരം 15-ാം വചനം നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി ഒരു പിതാക്കളിലെ ദേവനുക്ക് അൻപിരുന്നത് അവരെ സ്നേഹിച്ചു. അവരെ നേസിച്ചാൽ അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിൽ വെച്ച് തിരഞ്ഞെടുത്തു എന്നെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ സന്തതിയായ ഉങ്ങളെ ഇന്നാളിൽ இருக்கிறபடியே സകല ജാതികളും തമക്കടി തിരിഞ്ഞുകൊണ്ടാണ്. ദൈവനാമത്തിന്റെ മഹത്വം. ദൈവനാമത്തിന്റെ മഹിമ. റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ റോമർക്കെഴുതിയ 30-ാം അധികാരത്തിലേക്ക് വരുമ്പോഴേക്കും അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമായി ഇപ്രകാരം എടുത്തുകൊണ്ടിരിക്കുന്നതിനെ പഠിപ്പാൻ കഴിയും. അപ്പോസ്തലനായ പൗൽ മൂലമായി ഇപ്രകാരം സ്ഥലപ്പെടുകയും 9-ാം വാക്യം 9-ാം അധികാരം 25-ാം വചനം എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും ജനങ്ങളല്ലാത്തവരെ എന്റെ ജനങ്ങളെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കുമെന്ന് പറയുകയാണ്. സ്നേഹിക്കപ്പെടാതിരുന്നവരെ സ്നേഹിക്കപ്പെട്ടവളെന്നും ചൊല്ലി അണിയിക്കേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തുതി. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും എനിക്ക് ജനങ്ങളല്ലാത്തവരെ എന്റെ ജനമെന്നും അത് പ്രിയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കുമെന്ന് പറയുകയാണ്. പ്രിയമല്ലാത്തവരെ പ്രിയമെന്നും ഞാൻ അണിയിക്കേ. ദൈവനാമത്തിന്റെ മഹത്വം. ദൈവനാമത്തിന് മഹിമ. 2-ാം അധ്യായത്തിൽ 9-10 വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ 1-ാം അധികാരം 9-10 വചനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണം. നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രവേശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണെന്ന് പറയുകയാണ്. நீங்களோ அந்தகாரத்தின் செடிமான ஒளிவிற்கு வரவழைத்தவருடைய புண்ணியங்களை அறிவிக்கும்படிக்கு தெரிந்து கொள்ளப்பட்ட சந்ததியாய் ராஜலிங்கமான ஆசாரிய கூட்டமாய் பரிசுத்த ஜாதியாய் அவருக்கு சொந்தமான ஜனமாய் இருக்கிறீர்கள். മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, முன்னே நீங்கள் தேவனுடைய ஜனங்களாய் இருக்கவில்லை. ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. இப்பொழுதோ தேவனுடைய ஜனங்களாய் കരുണ ലഭിക്കാത്തവർ, இறக்கம் வராதவர்கள். ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. இப்பொழுதோ இறக்கத்தை பெற்றவர்கள். കരുണ ലഭിച്ച ദൈവത്തിന്റെ ജനം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശബ്ദം കേൾക്കുകയെന്നല്ലേ വീണ്ടും പറഞ്ഞത്. ദൈവം വിളിച്ച് നമ്മെ വേദനിക്കുകയുണ്ടാകും. അന്ധകാരത്തിന്റെ ആശ്ചര്യമായ ഒളിയിലെ സർവ്വവരങ്ങളുടെ ദേവൻ നമ്മെ അഴിച്ച് വേദനിക്ക് കൊണ്ടുവന്ന എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എഫേസ്യർ 1-ാം അധികാരം 6-ാം വചനത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം
ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതായി കാണുവാനിടയായിട്ടുണ്ട്. அதனால இயேசு கிறிஸ்துவினால இந்த நிலைமைக்கு நாம் கொண்டு வரப்பட்டதை காண முடியும். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. ഇതിനെ കൊണ്ടുവരപ്പെട്ടതായ ദൈവമക്കൾ, இப்படியாக வரவழைக்கப்பட்டதான தெய்வத்திற்கு കൊണ്ടുവരപ്പെട്ട പ്രിയമക്കൾ, இப்படி வரவழைக்கப்பட்டதான தேவனுடைய பிரியமானவர்களே, തിരുവചനത്തോട് ചേർന്ന് വിശ്വസികൾ പഠിപ്പാൻ കഴിയും. அவர்கள் எப்படிப்பட்டவர்களாக இருக்க வேண்டும் என்று தேவனுடைய வசனத்திலே இருந்து விளங்கிக் கொள்ளலாம். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. അവർ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, அவர்கள் எப்படி வேண்டுமானாலும் வாழலாம். മുമ്പോട്ട് പോയാൽ പോരാ. அவர்கள் எப்படியாக கிறிஸ்து முன்னே போய் கொண்டு 19-ാം സങ്കീർത്തനത്തിന്റെ 47, 48 വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ 19-ാം സങ്കീർത്തനം 47, 48 വചനങ്ങളിലെ സങ്കീർത്തനക്കാരൻ മുഖാന്തരമായി വിളിച്ചു പറയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ മുഖാന്തരമായി இப்படியாக சொல்கிறார். ദൈവത്തിന്റെ വചനത്തോടുള്ളതായ പ്രിയം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. நாம் தேவனுடைய வசனத்திலே எவ்வளவாக பிரியம் வைத்திருக்க வேண்டும். ദൈവനാമത്തിന് മഹത്വം. தேவனுடைய நாமத்துக்கு மகிமை. 47, 48 വേദഭാഗങ്ങൾ. 47, 48 വേദപകുതികൾ. ഞാൻ നിന്റെ കൽപ്പനകളെ പ്രബോധിക്കുന്നു, நான் உமது கற்பனைகளிலே பிரியமாயிருக்கிறேன். അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. அவைகள் எனக்கு பிரியமாயிருக்கிறது. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു. நான் பிரியப்படுகிற உமது கற்பனைகளுக்கு கையெடுப்பேன். ദൈവത്തിന് പ്രിയരായിരിക്കുന്നവർ ദൈവ കൽപ്പനകൾ പ്രമാണിക്കേണ്ടത് ഏറ്റവും ആവശ്യമെന്ന് കാണുവാനിടയായിരിക്കുന്നു. தேவனுக்கு பிரியமானவர்கள் தேவனுடைய கற்பனைகளை கடைபிடிக்க வேண்டியது இன்றியமையாதது என்று காண்கிறோம். 19-ാം സങ്കീർത്തനത്തിലെ 97-ാം വാക്യങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ 19-ാം സങ്കീർത്തനം 97-ാം വചനത്തിൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. நான் ஒரு வேதத்தில் எவ்வளவு பிரியமாயிருக்கிறேன். നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. உம்முடைய வேதம் எனக்கு எவ்வளவு பிரியமாயிருக்கிறது. പ്രിയരായിരിക്കുന്നവർ ന്യായപ്രമാണം, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. தேவனுக்கு பிரியமானவர்கள் தேவனுடைய வேதத்தை காத்து வாழ வேண்டியது தேவை. ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. യോഹന്നാന്റെ 1-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ யோவானின் முதலாம் அதிகாரம் 5-ാം അധ്യായം 3-ാം വചനത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ മുഖാന്തരമായി പ്രകടനം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ஆகிய அப்போஸ்தலனாகிய யோவான் மூலமாக இப்படியாக சொல்கிறார். ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കും. தேவனிடத்திலே அன்பு கூறுகிறவர் தேவனுடைய கற்பனைகளை காத்துக்கொள்வார். കൽപ്പനകൾ ഭാഗ്യമുള്ളവയല്ലോ എന്നിടത്ത് പറയുകയാണ്. அவருடைய கற்பனைகள் பாரமானவைகளும் அல்ல. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അവരുടെ കൽപ്പനകൾ ഭാഗ്യമുള്ളവയല്ല എന്ന് കാണുവാനിടയായിരിക്കുന്നു. அவருடைய கற்பனைகள் பாரமுள்ளவர்கள் அல்ல என்பதை காண முடியும். അവരുടെ കൽപ്പനകൾ പ്രമാണിച്ച് നാം ജീവിക്കുന്നത് ഏറ്റവും ആവശ്യമെന്ന് പഠിപ്പാൻ കഴിയുകയാണ്. அப்படி என்றால் அவருடைய கற்பனைகளை காத்து நடப்பது மிகவும் தேவை என்பதை காண முடியும். യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 23, 24 ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ யோவான் 14-ാം അധ്യായം 23, 24 വചനങ്ങളിൽ അവിടെ ഈശോ മിശിഹാ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. அங்கே கர்த்தராகிய இயேசு கிறிஸ்துவோடு சொல்கிறார். എന്നെ സ്നേഹിക്കുന്നവരുടെ കൽപ്പനകൾ പ്രമാണിക്കും. என்னை நேசிக்கிறவன் என்னுடைய கட்டளைகளை காத்துக்கொள்வார். ദൈവനാമത്തിന് മഹത്വം. தேவனுக்கு மகிமை. കൽപ്പനകൾ എന്താണ്? அவருடைய கற்பனைகள் என்ன? അപ്പോസ്തലരുടെ പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ அப்போஸ்தலர் நடவடிக்கை 17-ாம் அதிகாரம் 30-ാം വചനത്തിലെ ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. தேவனுடையாக கூப்பிட்டு சொல்கிறேன். അറിയാതെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ தேவன் அறியாமை காலங்களை பாராது ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. இப்பொழுதோ மனுஷர் மனதிருக்க வேண்டும் என்று எங்குமுள்ள மனுஷர் எல்லாருக்கும் கட்டளையிடுகிறார். പാപത്തെ പച്ചവെള്ളത്തിൽ വലിച്ചു കുടിച്ചുകൊണ്ട് பாவத்தை பச்சை தண்ணீர் போல பானம் செய்து கொண்டு ഈ ലോകത്തിന്റെ ശിക്ഷത്തെ നാം ഓടുന്നവരായിട്ടല്ല, நாம் இந்த உலகத்துக்கு பின்னால் ஓடுகிறவர்கள் ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് தேவனுடைய கட்டளைகளை காத்துக்கொண்டு ദൈവം വഴികളിൽ നടന്ന് അവരുടെ പ്രിയരായി നാം ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. தேவனுடைய வழிகளில் நடந்தவருக்கு பிரியமாய் ஜீவிக்க வேண்டியது மிகவும் தேவை. എന്നെ സ്നേഹിക്കുന്നവരുടെ കൽപ്പനകൾ പ്രമാണിക്കും. ஒருவர் என்னிடத்தில் அன்பு கூர்ந்தால் என்னுடைய கட்டளைகளை காத்துக்கொண்டு ദൈവത്തിന്റെ സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുന്നവർക്ക് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. இப்பொழுது எங்கும் எல்லாவரும் மனிதர்கள் வேண்டும் என்று தேவன் மனுஷர்களுக்கு எல்லாவருக்கும் கட்டளையிடுகிறார். തുടർന്ന് നാം അധികൃതത്തിലൂടെ പരിശോധിക്കുമ്പോൾ இன்னுமாக தேவனுடைய வார்த்தைகளை பார்க்கும் பொழுது 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ 10:28-19 നാം பார்க்கும் பொழுது അതായത് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. அவருக்கு பரலோகத்திலும் பூமியிலும் எல்லா அதிகாரங்களையும் பெற்றிருக்கிறார். നിങ്ങൾ പുറപ്പെട്ടു പോയി அதனால் நீங்கள் புறப்பட்டு போய் സകല ജാതികളെയും ശിഷ്യരാക്കി சகல ஜாதிகளையும் சிஷ்யராக்கி പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പറയുക. பிதா குமாரன் பரிசுத்தாவின் நாமத்தில் அவர்களுக்கு ஞானஸ்நானம் கொடுக்க வேண்டும் என்று கட்டளையிட்டார். കത്തോലിക്ക സമുദായത്തോടുള്ള ബന്ധത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ എന്റെ
വ്യക്തിപരമായ ജീവിതത്തിൽ കത്തോലിക്ക സമുദായത്തിലെയും ഗുരുത്വവൽക്കപ്പെട്ടതാണ് ഇനി തനിപ്പെട്ട വാഴ്ചയിൽ ഈ സ്നാനം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതൊക്കെയോ ഒരു സംഘടനയോട് ചേരുവാൻ അവർ നടത്തുന്നതായ ഒരു ചടങ്ങ് ആചാരം മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത്. ஞானஸ்நானம் சொல்லபடி ஏதாவது நிறுவனத்தோடு நாம் செல்லுபடியாக அவர்கள் செய்யும் சடங்காச்சாரம் மட்டும்தான் என்று நினைத்தேன். വിവരിക്കുവാൻ ശ്രമിക്കുമല്ലോ. விரிவாக்க நேரமில்லையே. ചുരുക്കമായിട്ട് പ്രകാരം പറയട്ടെ, சுருக்கமாய் சொல்லிட்டு അത് സ്വർഗീയ ഗവൺമെന്റിന്റെ ആലോചനയുടെ പൂർത്തീകരണമാണ്. அது பரலோக அரசாங்கத்தின் ஆலோசனை நிறைவேறுவதே സ്വർഗീയ ഗവൺമെന്റിന്റെ കൽപ്പനയാണ്. பரலோக அரசாங்கத்தின் கட்டளையே യേശുവോട് ചേരേണ്ടതായിട്ടാണ്. அது இயேசுவோடு கூட சேரும்படியாகவே വിശ്വാസികളുടെ അപേക്ഷയാണ്. நற்மனசாட்சிக்கான உடன்படிக்கையாக இருக்கிறது. സാക്ഷിയോടെ നാം കേൾക്കുവാനിടയായിരിക്കുന്നു. சாட்சியின் மூலமாகவும் நாம் அதை கேட்கிறோம். കർത്താവിൽ വിശ്വസിക്കുന്ന നാം സ്നാനങ്ങൾക്ക് ആവശ്യമാണ്. ஆண்டவரை விசுவாசத்தை ஞானஸ்நானம் பெற வேண்டியது സ്നാനമല്ല, இப்படியாகவே பெற்றால் போதாது. അത് ക്രിസ്തുനാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷയുടെ കൈകീഴിൽ മുഴുവനായിട്ട് സ്വീകരിക്കപ്പെട്ടോ ആവശ്യമെന്ന് കാണുവാനിടയായിരിക്കുന്നു. பிதாகுமாரன் பரிசுத்தாவின் நாமத்தினாலே அபிஷேகம் பெற்றதான ஊழியக்காரன் கையிலே தண்ணீரிலே மூழ்கித்தான் ஞானஸ்நானம் பெற வேண்டும். തുടർന്ന് നാം കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. தொடர்ந்து காத்திருந்த பரிசுத்தாவியை பெற வேண்டும். സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 10-49 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ലൂക്കാ 24:49 വചനത്തിലെ ഇപ്രകാരം എടുത്തു വന്നിരിക്കുന്നത് കാണുവാൻ കഴിയും. അങ്ങ് രണ്ട് സഭയിൽ പ്രതിജ്ഞ എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. நீங்கள் எருசலேமை விட்டு போகாமல் பிதாவின் வாக்குத்தத்தத்துக்காக காத்திருக்கிறீர்கள். പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷകളോടെ പ്രാപിക്കുന്നത് ആവശ്യമാണ്. കാത്തിരുന്ന അന്യഭാഷ അടയാളത്തോടു കൂടെ പരിശുദ്ധാഭിഷേകം പെற വേണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുണ്ടായിട്ട് ദൈവത്തിന്റെ വചനത്തെ പ്രിയം അവരുടെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് ആവശ്യമാണ്. അവരുടെ കട്ടളകളെ കാത്തുകൊള്ള വേണ്ടിയത് മിகவும் தேவை. സ്റ്റീഫൻ മാർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകത്തിലൂടെ വായിക്കുവാനിടയാക്കി തീർന്നു. സ്റ്റീഫൻ മാർക്ക് എന്ന നടക്കുന്ന ഒരു പുസ്തകത്തെ ഇവിടെയാക പഠിത്തേ. അവന്റെ അമ്മായി മരിക്കുന്നതിന് മുൻപ് ഒരു വിൽപത്രം എഴുതിവെക്കുവാനിടയായി തീർന്നു. അവരുടെ അത്തൈ മരിക്കും മുൻപാக അവர்கள் வில் എഴുതി வைத்தார்கள். ദൈവനാമത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ നാമത്തിൽ അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു. അത് ഇവിടെയാക എഴുതിയിട്ടുണ്ട്. ചില കടഭാരങ്ങളുണ്ട്. എനിക്ക് ചില കടങ്ങൾ പ്രശ്നങ്ങളുണ്ട്. ഒരു ഭാഗമെടുത്ത കടകൾ മറ്റു കാര്യങ്ങളെല്ലാം വീട്ടിൽ ശേഷമായിട്ട് ഇതിന്റെ ശ്രദ്ധയുടെ ഒരു പകുതിയിൽ തന്നെ കടകില്ലാ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതായ സ്വത്തും അതേ കുടുംബ ബൈബിളും അതേ സ്റ്റീഫൻ മാർക്കിന് കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. നീതിയാണ് സ്വന്തയും എന്റെ കുടുംബത്തിൽ വേദാന്തത്തെയും സ്റ്റീഫൻ മാർക്കിന് കൊടുക്ക വേണ്ടുമെന്ന് ചുമതലപ്പെട്ടവർ അത് ഉത്തരവാദിത്വത്തോടുകൂടെ ഉള്ളതുപോലെ അത് ക്രമീകരിക്കുകയുണ്ടായി. ഒരുപാടുകൾ அதை ശരിയായ വിധത്തിലെ ചെയ്തു കൊടുത്താൽ തന്നെ സംബന്ധിച്ചുള്ള വേദപുസ്തകമോ പ്രാർത്ഥനയോ മറ്റു കാര്യങ്ങളോ വേണ്ടതുപോലെ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ஆனால் இவர் தன்னுடைய வாழ்க்கையிலே வேதாந்தத்திலே பிரியமில்லாதபடினாலே அவர் ஜெபிக்காதவராயிருந்தபடினால் ഈ കുടുംബമായ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ இந்த குடும்ப வேதாந்தம் கையில் கிடைக்கப்படுது. താന് അത് തന്റേതായ ഒരു പെട്ടിയിൽ തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിച്ചിട്ട് താൻ തന്റെ വഴിക്ക് നോക്കിക്കൊണ്ടായിരുന്നു. தன்னுடைய வீட்டில் இருந்தான ஒரு பெட்டியில் அதை அடைத்து வைத்து அவர் அவருடைய வீட்டில் போய் 30 വർഷങ്ങളോളം ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുവാനുള്ള ഗുണമില്ലാതെ அப்பொழுதான ஆண்டு காலமாக அவர் மிகவும் ஏழையாகத்தான் வாழ்ந்து வந்தார். ദൈവത്തിന് സ്തോത്രം. തന്റെ ദാരിദ്ര്യം നിമിത്തമായിട്ട് தன்னுடைய எடுத்தொரு நிமித்தம் പട്ടണത്തിൽ പാർക്കുന്നതായ മകന്റെ അടുക്കിലേക്ക് പോയി താമസിക്കാമെന്ന് വിചാരിച്ച് பட்டணத்திலே தங்கியிருந்த மகனிலே போய் அங்கே தங்கலாம் കാര്യങ്ങൾ താൻ എടുത്ത് தேவையான பொருட்களை எடுத்து അവിടേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കുടുംബ വേദപുസ്തകം കാണുവാനിടയായി. அங்கே போக வேண்டிய ஆய்வுகளை செய்யும் பொழுது அவர் திடீரென கொடுக்க வேண்டாம் கேட்டார். ഈ പുസ്തകം തട്ടിക്കളഞ്ഞ് എടുക്കുമ്പോൾ தூசிகளில் அந்த வேதாகமத்தை அந்த தூசியெல்லாம் மாற்றி பார்க்கும் பொழுது അതിനകത്ത് വെച്ചിരുന്നതായ പണവും അതിനകത്ത് വെച്ചിരുന്ന മറ്റു കാര്യങ്ങളൊക്കെ എങ്കിലും പുറത്താഴം വയ്ക്കുവാനിടയാക്കി തീർന്നു. அதற்குள்ளே பணம் இருந்தது, அது கீழே விழுந்தது. അപ്പോഴാണ് തനിക്ക് പറ്റിയതായ മഠയത്തരം പണ്ടത്തരം മനസ്സിലാക്കുവാനിടയായി. தான் எவ்வளவு உத்தீனமாக கிரியை செய்தோம் என்பதை அப்பொழுதுதான் விளங்கிக் கொண்டார். എത്രയോ നാടുകൾ ഇതിനകത്ത് വെച്ചിട്ട് ഇത് നോക്കാതെ മറ്റൊരവസരം താൻ ജീവിക്കുകയായിരുന്നു. எத்தனையோ பணம் இருக்கிறது இதை கவனிக்காமல் மிகவும் தரித்திரமாக வாழ்ந்து வந்தார். വിലപിടിച്ചിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് ഇരുന്നിട്ടും വേണ്ടതുപോലെ ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിന്റെ ആലോചന അനുസരിക്കാതെ പോകേണ്ടതുപോലെ സ്വന്തം വഴികളിൽ നടക്കുവാനിടയാക്കി തീർന്നു. வெளியேறப்பட்டதான வாக்குத்தத்தங்கள் இதற்குள்ளே இருந்தும் தேவனை நேசிக்காமல் தேவனியமாக வாழாமல் தங்களுடைய போக்கிலே வாழ்கிறவர்களை காண முடியும்.
1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ 14-ാം അധികാരം 22-ാം വചനത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കാതെയും ആണ്ടവരെ നേസിക്ക വേണ്ടിയെന്ന് പ്രമാണിക്കാതെയും മുമ്പോട്ട് പോകുന്നവനെ സംബന്ധിച്ച് അവരുടെ കട്ടളകളെ കാത്തുകൊള്ളാமல் മുന്നേ പോകുന്നവരെ പറയുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്രകാരം പറയട്ടെ. கொஞ்சம் சொல்ல சிரமமானாலும் நாங்கள் சொல்லாமல் இருக்க முடியாத ஆதலால் சொல்கிறோம். അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരെന്നാണ് അടുത്ത് പറയുന്നത്. അവർ ശപിക്കപ്പെട്ടവരായിരിப்பார்கள். പ്രിയ ദൈവവൈദ്യരെ, അരുമയാണ് ദൈവമേ, ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ദൈവികാലത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കാം. മുഴു ഹൃദയത്തോടും മുഴു മനസ്സോടും മുഴു വല്ലമയോടും ദൈവനെ നേസിച്ച് ദൈവത്തെ സേവിച്ച് അവരുടെ ആവശ്യത്തിന് പഠിക്കുന്നതിന് ദൈവത്തോട് പ്രിയമുള്ളവർ, അതെ, ദൈവത്തിന് പ്രിയമുള്ളവർ എങ്ങനെ ജീവിക്കണം? தேவனோடு பிரியமுள்ளவர்கள் தேவனுக்கு பிரியமானவர்கள் எப்படியாக வாழ வேண்டும்? അവരുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യം. அவருடைய வேதத்தை காத்தவர்கள் வாழ வேண்டியது தேவை. അവരോട് പ്രിയമുള്ളവർ എങ്ങനെ മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു? அவருக்கு பிரியமானவர்கள் எப்படியாக முன்னே செல்ல வேண்டும்? നിനക്ക് പ്രിയമുള്ളവർ എങ്ങനെ ജീവിക്കേണ്ടിയിരിക്കുന്നു? அவருக்கு பிரியமானவர்கள் எப்படியாக வாழ வேண்டும்? 26-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ 26-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ ആരാധനയോടും കൂട്ടായ്മയോടും പ്രിയമുള്ളവരായിരിക്കണം. அவர்கள் ஆராதனையை ஐக்கியத்தின் மேல் பிரியமாயிருக்க வேண்டும். എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പ്രവർത്തിച്ചു പോയാൽ പോരാ. எப்படியாவது வாழ்ந்து கிரியை செய்து போகக்கூடாது. ദൈവനാമത്തിന്റെ മഹത്വം, தேவநாமத்துக்கு மகிமை. കൂട്ടായ്മയുടെ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. சரியான ஐக்கியத்தின் உறவு தேவை. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. நான் இங்கே இருந்தபடி சில காரியங்களை நினைத்தேன். 2008, 2009 കാലയളവുകളിലായി 2008-2009 കാലങ്ങളിലെ 1 വർഷവും 17 ദിവസവും ഈ കട്ടപ്പനയിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാനിടയാക്കി തീർന്നു. ஒரு வருடம் 17 நாட்கள் இந்த கட்டப்படையிலே நான் ஊழியம் செய்தேன். ഈ കാലയളവുകളിലാണ് ഇന്ന് ഈ കാണപ്പെടുന്ന ആരാധനാലയവും അതിനോട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനിടയാക്കി அந்த തീർന്നു. நாட்களில் தான் இந்த ஆராதனைக்கு ஆலயம் മറ്റു കാര്യങ്ങളെല്ലാം ഒഴുകി വരികയോ സാമ്പത്തികമായിട്ട് വേണ്ട ഉയർച്ച കൊണ്ടുള്ള ഒരു സെന്റർ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്നതല്ല. ഇത് അധികமாக പണവസതിയുള്ള സെന്റർ എന്ന് சொல்ல முடியாது. ഇങ്ങനെയുള്ളതായ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറഞ്ഞത് അല്പം ബുദ്ധിമുട്ടുള്ളതായ വിഷയം തന്നെയാണ്. இப்படிப்பட்டதான காரியங்கள் ஒழுங்கு செய்வது கொஞ்சம் சிரமமாகத்தான் இருந்தது. എങ്കിലും അന്നത്തെ പ്രാർത്ഥനയോടുകൂടെ അന്നത്തെ സദുപാസവും ഞാനത് ചേർന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി അത് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. அந்த நாளில் சென்ட்ரல் வாசல் நாங்கள் சேர்ந்து கலந்து ஆலோசித்து പഞ്ചായത്തിലെ ഞങ്ങൾ ഒരു വിണ്ണപ്പത്തെ എഴുതുന്നു. പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഇടുക്കിയിലേക്ക് പോകണമെന്ന് പറയുകയുണ്ടായി. പഞ്ചായത്തിലേക്ക് ഇടുക്കിയിൽ செல்ல வேண்டும் என்று சொன்னார்கள். ഇടുക്കിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും മനസ്സിലായി അത് എവിടെയും പറ്റുന്നില്ല. ഈ നിലയിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറയുന്നു. ഇടുക്കിയിലെ செல்லாம் അവർക്ക് അവിടെ ഞങ്ങൾ വിളിക്കൊണ്ടോ അതற்காக തിരുവനന്തപുരത്തിന് താഴെ செல்ல வேண்டும். അപ്പോൾ അവിടെ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ 2ാമത്തെ ആളാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് വേണ്ടപ്പെട്ടതായ ഒരു കൊച്ചമ്മയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടൗൺ പ്ലാനിംഗ് ഓഫീസിലെ വേല ചെയ്ത இரண்டாவது நபருக்கு தேவையான ഒരു ഞാൻ പറഞ്ഞു ഇതുപോലുള്ളതായ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് വരാൻ പോവുകയാണ്. இப்படிப்பட்டதான காரியங்கள் செய்ய வேண்டும் நானும் வருவேன் சொல்லி അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഓരോ ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചെയ്ത പക്ഷെ ഒരു കാര്യം കളക്ടറേറ്റിൽ നിന്നുള്ളതായ അനുവാദം വാങ്ങിച്ചോളും. அவர்கள் சொன்னார்கள் இங்கே வா நான் தேவையான காரியங்களை செய்கிறேன் ஆனால் கலெக்டரேட்டிலே இருந்து நீ அனுமதி வாங்க வேண்டும். ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അനുവദിച്ചു തരാമെന്ന് ഉറപ്പിക്കുകയുണ്ടായി. மற்ற காரியங்களெல்லாம் நானே செய்து தருகிறேன். ഇപ്പോൾ കാര്യങ്ങൾ നടക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പദ്ധതി അത് താത്തു വെച്ചു. അതിനാൽ இந்த காரியங்களை சிந்தித்த பொழுது இது நடக்க லேசான காரியம் இல்லை என்று விளங்கிக்கொண்டு நான் പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ പോകാം. தேவன் அற்புதம் செய்தால் இதற்கு பின்னாக செல்வோம். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. 2 വിധത്തിലുള്ളതായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ടായി. 2 வகையான அற்புதங்களை தான் தேவன் செய்தார். ഒന്ന് ഇതിന്റെ അന്തർഭാഗം കാർ പാർക്കിംഗ് ഏരിയ ചെയ്യുവാനുള്ളതായ അനുവാദം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചു. இதற்கு கீழே கார்கள் பார்க்க செய்யப்படியான ஏரியாவின் அனுமதி நம்முடைய பஞ்சாயத்திலிருந்து கிடைத்தது. രണ്ടാമത് മറ്റൊരു അനുവാദം ലഭിക്കണം. അത്ഭുതം നടത്താൻ എന്താണ്? இன்னொரு நடந்தது என்றால் നരിയപ്പാറയിൽ ജീവിച്ചുകൊണ്ടിരുന്നതായ നമ്മുടെ ജോലി പ്രസിഡന്റ് തലയിൽ ചെറിയൊരു മുഴ വന്ന് ചേരുകയുണ്ടായി. நிறைய காலையில் இருந்தாலும் ஜோதிடருடைய அவருடைய மூளையிலே ஒரு சிறிய கட்டி வந்தது. അതെ, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അതിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ ഓപ്പൺ സർജറി ചെയ്യണമെന്ന് അറിയുകയുണ്ടായി. തിരുവനന്തപുരത്തിലെ പോയി அதை പരിശോധിച്ച பொழுது அதை திறந்து ஆபரேஷன் செய்ய வேண்டும் என்று சொன்னார்கள். മാത്രമേ രാഘപ്പാട് താൻ വിഷമിക്കുന്നതായിരുന്നു. இதை கேட்டபொழுது அவர் மிகவும் வருத்தமடைந்தார். അപ്പോൾ താൻ തപ്പിനാനോട് അതിനെ കുറിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന എന്തുമാത്രം ചിലവാകുമെന്ന് അന്വേഷിച്ചപ്പോൾ அந்த ஆபரேஷனுக்காக எத்தனை ரூபாய் செலவு வேண்டும் என்று கேட்டபொழுது
അന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അറിയിച്ചു 1,00,000 രൂപ ചെലവാകുമെന്ന്. அன்றைக்கு இருந்தவர்கள் சொன்னார்கள் 1,00,000 ரூபாய் தேவைப்படும். കർത്താവേ, ഓപ്പറേഷൻ കൂടാതെ ചെലവാകുകയാണെങ്കിൽ ആ 1,00,000 രൂപ ഞാൻ വ്യക്തമായി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ஆபரேஷன் இல்லாமல் எனக்கு சுகத்தை தந்தால் அந்த 1,00,000 ரூபாய் நான் பெற்றோர்களை கொடுப்பேன் என்று பொருத்தனை பண்ணினார். ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. அவர் தேவத்திலே பொருத்தனை பண்ணினார். അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുത്തു. தேவன் அற்புதமான விடுதலை ആ கொடுத்தார். 1,00,000 രൂപ അന്നത്തെ ഷെൽഫാസിന്റെ കയ്യിൽ വന്നുചേരുവാനിടയായി. அந்த 1,00,000 ரூபாய் சென்டர் பாஸ்டருக்கு கிடைத்தது. അത് വെച്ചുകൊണ്ടാണ് പിന്നീടുണ്ടായ പ്രവൃത്തി ആരംഭിച്ചത്. அது வைத்துக் கொண்டுதான் பின்னோட வேலை செய்தோம். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. ഇവിടെയുള്ളതായ ദൈവമക്കൾ, വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ, ലോക്കൽ സഭകളിൽ ഉള്ളവർ എല്ലാവരും വന്നു ചേർന്ന് അതേ ഓരോ ദിവസവും അതെ കൈകോർത്ത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നിലയിലുള്ള ചില കാര്യങ്ങൾ പതിയും കാണുവാനിടയായി തീർന്നത്. இங்கே எழுதான விசுவாசிகள் லோக விசுவாசிகள் வந்து அவர்கள் கரங்களை கோர்த்து ஜெபித்தார்கள், நன்றாக ஒழித்தார்கள். அதன் விளைவாகத்தான் இந்த காரியங்கள் எல்லாம் நடந்தது. ഈ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇറങ്ങുന്നതായ വഴിയോടുള്ള ബന്ധത്തിൽ ഒരു അത്ഭുതം നടക്കുകയുണ്ടായി. மேலிருந்து கீழே செல்கிறதான வழியை குறித்து ஒரு அற்புதம் நடந்தது. ആ വഴി കൊണ്ട് തുറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ இயேசுவினை கொண்டு வந்து அந்த வழியை திறக்க துவங்கினார். അതിൽ അപ്പുറത്ത് കാണുന്നതായ ടോയ്ലറ്റിന്റെ ടാങ്ക് ഈ ഭാഗത്തേക്ക് രണ്ട് പുരയിടത്തിലൂടെ അഥവാ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിടക്കുക ചെയ്യുന്നത്. அதுக்கு மதிலுக்கு பக்கத்தில் இருக்கிற டாய்லெட் டேங்க் அந்த இடத்துல இந்த இடத்திலுமாக இருந்தது. ഞാൻ വിവരിച്ചിട്ടില്ല, ഞാൻ വിരിവാഴ്ച നൽകി. ദൈവത്തിന് സ്തോത്രം. അത് തുറക്കുക, അതൊക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് പല പ്രയാസങ്ങൾ മുൻപിൽ വന്നു ചേർന്നു. അത് തിരക്ക മുയற்சித்த பொழுது പലവിധமான ശ്രമങ്ങൾ നേരിട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ ചുരുക്കി പറയാം, ദൈവത്താൽ ആ കാര്യങ്ങൾ ഇന്ന് കാണുന്ന നിലയിൽ പൂർത്തീകരിക്കാനിടയായി. തന്റെ വലങ്കരം നീട്ടി അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്നതായ ആരാധന ഹാളും ഇന്ന് ഈ കാണുന്നതായ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുവാൻ ഇടയാക്കി കാരണം ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ആ സ്ഥലവും ഇതിന്റെ ഭാഗമായിരുന്നു. അന്ന് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് ഇവിടെ ഇരുന്നതായ പ്രിയപ്പെട്ടവരോട് അവിടെ ഒരു അല്പസ്ഥലം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മതിലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒറ്റക്കൂടി ചെയ്യുന്നത് ഞങ്ങളുടേതാണ്. ചില പ്രയാസങ്ങൾ മുൻപിൽ പതിയേറ്റുവാനിടയായി. ഞാൻ അങ്ങനെ പറഞ്ഞ് ചുരുക്കട്ടെ. ദൈവത്തിന്റെ സഹായിച്ചുകൊണ്ട് ഇത് കാണുന്ന നിലയിൽ സമാധാനത്തോടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുവാനിടയാക്കി. ദൈവനാമത്തിന് മഹത്വം. അതെ, ദൈവത്തോട് പ്രിയപ്പെട്ടവർ ആരാധനയോടും കൂട്ടായ്മയോടും ശരിയായ ബന്ധം പുലർത്തി ആ അനുഭവത്തിൽ മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമെന്ന് കാണുവാൻ കഴിയുന്നത്. ആരാധനയോടും ഐക്യത്തോടും ശരിயான ഉറവുകളുണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല വരവിനെ കുറിച്ചുള്ളതായ ഒരു പ്രത്യാശയുള്ളവരായിരിക്കണം. ചോദിക്കുമ്പോൾ ഞാൻ നല്ല പോരാട്ടത്തിൽ പോരാടി വിശ്വാസത്തെ കാത്തുകൊണ്ടേൻ എന്ന് சொல்கிறார். അതെ, ആ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം ഇതുമുതൽക്കൊണ്ട് എനിക്കാக வைக்கப்பட்டிருக்கிறது. അവിടെ പ്രതീക്ഷിച്ചത് പ്രിയം വെച്ചിരിക്കുന്നത് ഏവർക്കും ഇവിടെ കാണുവാൻ കഴിയുകയാണ്. അത് എനിക്ക് மட்டுമല്ല, ആണ്ടവന്റെ വഴിയിലെ പ്രസംഗമാകുന്നതിനെ വിരുപ്പും യാവർക്കും அதை തന്നരുളുവാർ. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാകിയ ദിവസത്തിൽ എനിക്ക് നൽകുന്നു. അന്നാളിലെ എനിക്ക് തന്നരുളുവാർ. എനിക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, അവർ പ്രസംഗമാകുന്നതിലെ പ്രിയമായിരിക്കും യാവർക്കും அதை തന്നരുളുവാർ. ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. ദൈവത്തോട് ചേർന്ന് നമ്മൾ സ്മരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ വചനത്തോട് വരവിനെ കുറിച്ചുള്ള പ്രത്യാശയുള്ളവരായി നാം ഓരോരുത്തരും ജീവിക്കുകയാണ്. നമ്മളുടെ വറുകை നம்பிக்கை ഉടയവർക്കാக വാഴ வேண்டும். തനിക്ക് പ്രിയമുള്ളവർ എങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോവുകയാണ്, അവർക്ക് പ്രിയമാണവരെ എവിടെയാണ് வாழ்க்கையை അവരുടെ കൽപ്പനകളെ പ്രമാണിച്ചവരെ
ആരാധനയിൽ ജീവിക്കണം. கட்டளைகளை கடைபிடித்து அவன் ஞாபகத்தின்படி வாழ வேண்டும். ആരാധനയോടും കൂട്ടായ്മയോടും ഐക്യമുള്ളവരായി കാണപ്പെടണം. ஆராதனையோடும் ஐக்கியத்தோடும் உறவுள்ளவர்களாக இருக்க வேண்டும். ആരാധനയിൽ പങ്കെടുക്കണം. அவர் ஆராதனைகளிலே கலந்து கொள்ள வேண்டும். ഇതിന് ശരിയായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. சரியான ஐக்கியம் நம்முடைய ജീവിതത്തിലെ தேவை. ദൈവനാമത്തിന്റെ മഹത്വം. தேவநாமத்திற்கு மகிமை. അതേ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചുള്ളതായ ഒരു വരവ് അല്ലെങ്കിൽ ഒരു അറിവുള്ളവരെ നാം ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ஆண்டவருடைய வருகை குறித்ததான சரியான அறிவு நமக்கு தேவையாக இருக்கிறது. തുടർന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ജ്ഞാനഭാഗം അങ്ങനെ ചുരുക്കട്ടെ. இன்னும் சிறிய காரியங்கள் செலுத்திட்டாலும் நான் இங்கே சுருக்கிக் கொள்கிறேன். പ്രിയപ്പെട്ട ജീവിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി இப்படியாக பிரியமாய் இருந்து வாழ்கிறவர்களுக்காக ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? സർവ്വവല്ലഭനായ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? ആഴ്ചയായ വേദഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാസിച്ച വേദഭാഗത്തിലേക്ക് சொல்கிறார். നിങ്ങൾക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് உங்களுக்கு பிரியமானவர்கள் விடுவிக்கப்படும்படியாக വലതുകൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരവരുടേണമേ. വലതു കൈയിനാലെ രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരവരുളും. ദൈവനാമത്തിന് മഹത്വം. ദൈവനാമത്തിന് മഹിമ. ഇനിയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്? இப்படிப்பட்ட பிரியமானவர்களுக்காக தேவன் என்னதான் செய்கிறார்? ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവം വിടുവിക്കും. இப்படிப்பட்ட பிரியமானவர்களை தேவன் விடுதலையாக்குவார். ദാനിയേൽ പുസ്തകം 6-22 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ ദാനിയേൽ 6-22 വചനത്തിലെ സർവശക്തനായ ദൈവം ദാനിയേലിനെ വിടുവിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. സർവ്വവല്ലഭനായ ദൈവം ദാനിയേലിനെ വിടുതலை பண்ணியதை காண முடியும். ഇത് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ച അനുഭവങ്ങൾ നിരവധി വർദ്ധനകളെ കാണുവാൻ കഴിയും. சங்கீதங்களிலே படிக்கும் பொழுது சந்திரகளின் கையிலிருந்து தேவன் அதிசயமாக விடுதலை பண்ணின காரியங்களை தெளிவாய் சொல்வதை காணலாம். ദൈവനാമത്തിന്റെ മഹത്വം. தேவநாமத்திற்கு மகிமை. രണ്ടാമത് നാം പരിശോധിക്കുമ്പോൾ இரண்டாவதாக பரிசோதிக்கும் பொழுது യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ யோவானின் சுவிசேஷம் 11-ாம் அதிகாரத்தில் வரும் பொழுது മരിച്ചവരായ ലാസറിനെ പോലെ மரித்த லாசருவை போல ജീവിതത്തിലേക്കും സന്തോഷത്തിലേക്കും മടക്കി വരുത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. ஜீவனுக்குள்ளாக சந்தோஷத்துக்குள்ளாக திரும்பி வர செய்கிறதான தேவன். ആത്മീയമായി മരിച്ച അവസ്ഥയിലാണോ നീ ജീവിക്കുന്നത്? இன்றைய காணிக்கைய பிரகாரமாக நீ மரித்த நிலவரத்திலே வாழ்கிறாயோ? സമാധാനമില്ലാതെ കഴിഞ്ഞു കുടിക്കുകയാണോ? நீ கிரியை செய்யும் இடங்களிலே சமாதானம் இல்லாமல் இருக்கிறாயோ? പലവിധമായ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ? பலவிதமான சிரமங்களை பிரச்சனைகளை நீ சந்தித்துக் கொண்டிருக்கிறாயோ? വിടുവിച്ച് அதிலிருந்து உன்னை மீட்டுக் கொண்டு உன்னை விடுதலையாக்கி ജീവൻ പകർന്നു തന്ന് புதுப்பித்தவனை அவனுக்கு தந்து ജീവിതത്തിലേക്കും സന്തോഷത്തിലേക്കും മടക്കി വരുത്തുവാൻ മതിയായ ഒരു കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ടായിരിക്കുന്നു. வாழ்க்கையிலே சந்தோஷத்திலே திருப்பி வரக்கொண்டு கொண்டு வரக்கூடியதான வல்லமையுள்ள தேவன் நம்முடைய மத்தியிலே இருக்கிறார். മരിച്ച് നാട്യം വെച്ചതായ ലാസറിനെ 4-ാം ദിവസം കല്ലറയിലേക്ക് ചെന്ന് ഒരൊറ്റ വിളി, ലാസറേ പുറത്തു വരിക എന്ന്. மரித்து நாட்டெடுத்ததான லாசருவை கல்லறையிலே 4-ாம் நாளிலே சென்று அவர் குடியாக கூப்பிட்டார். லாசரே வெளியே வா. ദൈവനാമത്തിന്റെ മഹത്വം. தேவநாமத்திற்கு மகிமை. ഇരുളിന്റെ മറവിൽ നിന്ന് എന്റെ വചനം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, இருளின் மறைவிலிருந்து தேவனுடைய வசனத்தை கேட்கும் அருமையானவர்களே, സർവ്വശക്തനായ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. സർവ്വവല്ലഭനായ தேவன் உன்னை குறித்து ഒരു நோக்கம் നീ வைத்திருக்கிறார். ഏതെങ്കിലും വിധത്തിൽ ജീവിച്ചു മുൻപോട്ട് മരിച്ചവനെ പോലെ ജീവിക്കുന്നതല്ല. நீ எப்படியாக வாழ்ந்து மரித்தவனைப் போல வாழ்ந்தால் போதாது. നിന്റെ ജീവിതത്തിന് ആകമാനം മാറ്റം വരുത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. உன்னுடைய வாழ்க்கையிலே பெற்றான மாற்றத்தை கொண்டு வரக்கூடிய வல்லமையுள்ள தேவன். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்திற்கு மகிமை. കരുണയുള്ള ദൈവമാണ്. அவர் இறக்கமுள்ள தேவன். അവൻ ചെടികൊണ്ട ദൈവമാണ്. அவர் மனதுருக்குகிற தேவன். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்திற்கு மகிமை. പ്രിയമുള്ളവരോട് അവൻ എത്തി കാണിക്കുന്നു. பிரியமுள்ளவரோடு அவர் என்ன செய்கிறார்? അവൻ കർമ്മ കാണിക്കുന്നതായി കാണുവാൻ കഴിയും. பிரியமானவர்களிலே இறக்கம் பாராட்டுகிறார். 20 எரேமியா 31:20. അതേ പ്രിയമുള്ളവരോട് അവൻ കരുണ കാണിക്കുന്നതായി കാണുവാൻ കഴിയും. நமக்கு பிரியமானவர்களுக்கு இறக்கம் பாராட்டுகிறார். യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ யாக்கோபின் 5-ാം അധ്യായത്തിലെ 7-ാം വചനത്തിലെ യഹോവ കരുണയും മനുഷ്യനുമുള്ള ദൈവമാണ്. கர்த்தர் மிகுந்த இரக்கமும் மனதுருக்கமும் உள்ளவர். യഹോവ മനുഷ്യനും കരുണയും മനുഷ്യനുമുള്ള ദൈവം. ஆண்டவர் இரக்கமும் மனதுருக்கமும் உள்ள கர்த்தர். എങ്ങനെയുള്ള കരുണയല്ല, எப்படிப்பட்டதான இரக்கமுள்ள മഹാകരുണയുള്ളവനാണ്. அவர் மிகுந்த இரக்கமுள்ளவர். കരുണ കാണിക്കുവാൻ, அவருடைய வாழ்க்கையில் இரக்கமான മാറ്റിമറിക്കുവാൻ, அவருடைய வாழ்க்கையை மாற்றும்படியாக മാറ്റിമറിക്കുവാൻ, குடும்ப வாழ்க்கையை மாற்றுகிற பிரச்சனைகளுக்கு പരിഹാരം ஒரு பிரச்சனையை தீர்க்க
അത് നിശ്ചയമായിട്ടും അവൻ മതിയായ ദൈവമായി നിലനിൽക്കുന്നു. நிச்சயமாகவே அவர் போதுமான வல்ல தேவனாயிருக்கிறார். ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിച്ചു. ஒரு வேதத்தையும் கூட வாசித்து முடிக்கிறேன். ആവർത്തന പുസ്തകം 33-ാം അധ്യായം உபாகமம் 33-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ അതിൽ 12-ാം വചനത്തിൽ ബെന്യാമീനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു. ബെന്യാമീനെ കുറിച്ച് അവർ இப்படியாக சொல்கிறார். ദൈവനാമത്തിന്റെ മഹത്വം. ദൈവനാമത്തിற்கு മഹിമ. അവൻ യഹോവയ്ക്ക് പ്രിയനാണ്. അവൻ കർത്തருக்கு பிரியமானவன். അവൻ യഹോവയ്ക്ക് പ്രിയനാണ്. അവൻ കർത്തருக்கு பிரியமானவன். അവന്റെ കിഴികളുടെ മധ്യേ അവൻ അധിവസിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അവൻ അവരുടെ എൽവിക്കുള്ളേ വാസമായിരിപ്പാൻ. അവന്റെ കിഴികളുടെ മധ്യേ അധിവസിക്കത്തക്ക നിലയിൽ സർവശക്തനായ ദൈവം അവനെ പ്രാപ്തനാക്കി തീർക്കുകയുണ്ടായി. അവனுடைய மலைகளுக்கு உள்ளே அவன் தங்கியிருக்க விதத்திலே அவனை அதுக்கு திராணியுள்ளவனாக மாற்றி தேவன் வல்லவர். ദൈവനാമത്തിന്റെ മഹത്വം. ദൈവനാമത്തിற்கு മഹിമ. അവന്റെ കിഴികൾക്ക് മധ്യേ വസിക്കത്തക്കവണ്ണം ദൈവം അവനെ പ്രാപ്തനാക്കി തീർന്നു. അവരുടെ മലകൾക്ക് മധ്യേ തങ്ങിയിരിക്കக்கூடிய വിധത്തിലെ ദൈവം ഒരു നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അங்கே தேவன் ஒரு பட்டணத்தை ஆக்கிவிடுகிறார். സംഗീതക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ സംഗീതക്കാരൻ ഭാഷയിൽ സുന്ദരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകും. വടവനത്തിലേക്കുള്ള സിയോൻ അത് വെടിപ്പുകാണ സ്ഥാനം സർവ്വഭൂമിയിൽ മகிழ்ச்சியாக വിളിച്ചു പറയുകയുണ്ടായി. I go to prepare a place for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തിയിടുന്ന പിന്നെയും നിങ്ങൾ ചേർത്തുകൊള്ളും. മനോഹരമായ ഒരു നഗരം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അഴകാണ് പട്ടണത്തെ ഒരു നഗരത്തെ കുറിച്ചാണ് പുതിയ ജെറുസലേം എന്ന് പറയുന്നത്. அந்த அழகான பட்டணம் தான் புதிய எருசலேம் சியோன். പുതിയ ജെറുസലേമിലെ സിയോനെ പണിതീരുവാൻ സമയമായിരിക്കുകയാണ്. புதிய எருசலேம் சியோன் கட்டுமான வேலைக்கு സിയോനെ കെട്ടുന്ന മൈത്രിയെ വെളിപ്പെടുവാൻ ഒന്നു തന്നെ പക്ഷേ രണ്ട് അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. വിപരീത സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. മനോഹര നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ കിഴികളുടെ മധ്യേ വസിക്കുന്നു. സിയോൻ നഗരത്തിന്റെ മുദ്രയ്ക്കായ സിയോൻ പർവ്വതം, സിയോൻ പർവ്വതത്തിലും പുതിയ യെരൂശലേമിലും വസിപ്പാൻ പ്രാപ്തനായിരിക്കുകയാണ്. കർത്താവിന്റെ വരക്കത്തിൽ അവരോട് ചേർത്തുകൊള്ളപ്പെടുവാൻ പ്രാപ്തനായിരിക്കുകയാണ്. അവരോട് ചേർത്തുകൊള്ളപ്പെട്ട തകതികളാണ് അവരുടെ കൽപ്പനകളെ ഉള്ളതുപോലെ അനുസരിച്ച് അവരുടെ കണ്ണിലെ ഇരിക്കുമാവട്ടെ വിശുദ്ധമായ ഒരു ജീവിതമായിട്ട് പരിശുദ്ധമായ வாழ்ந்து തന്റെ വരവിനെ ബന്ധപ്പെട്ട് ഒരുങ്ങി കാത്തിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അവരുടെ വിലങ്ങുകാർ സന്നിധിയാകും നാം വായിക്കപ്പെട്ടിരിക്കാം. നമുക്ക് അനുകൂലമല്ല. ലോകത്തിന് അനുകൂലമില്ല. ലോകത്തിനുള്ളത് ശാശ്വതമല്ല. ഉലകത്തിലുള്ളത് നിലയാളുകല്ല. മാറ്റപ്പെടുന്നത് പോകരുത്. എന്നാൽ നിലനിൽക്കുന്ന ഒരു നഗരം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ஆனால் நிரந்தரமான பட்டணத்தை அழைக்கப்படுகிறார். നമുക്ക് ഒരു കമ്മീഷൻ കണ്ടുകളെ கட்டளை